എന്താണ് എക്സാം ഉണ്ടായിരുന്നോ? പഠിക്കാൻ സമയം കളയണ്ട. ഹലോ വരൂ, എല്ലാവരും വരൂ. ഹലോ ഹായ്. ഹലോ. എടാ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്ക് +1 ഒന്നും ഓർമ്മയില്ല. എന്താ ചെയ്യേണ്ടത്? ഇതാ ഞങ്ങളൊക്കെ ഓർമ്മയില്ലാത്തവരാണ്. പഠിച്ചു തുടങ്ങാം. ആർക്കും ഒന്നും ഓർമ്മയില്ല. ലെറ്റ്സ് സ്റ്റഡി. ഒന്നും നോക്കാനില്ല. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ തീരുമാനമാവുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പഠിക്കാൻ കഴിച്ചു. നമുക്ക് ഒരു മിനിറ്റ്. ഞാൻ PYQ HSS ലൈവിലേ PYQ ഉണ്ട്, മറ്റേ അനിൽകുമാറിൻ്റെ അതിൻ്റെ ലൈവ് ഉണ്ടാവും. ലൈവല്ല, സോറി, അതിൻ്റെ PDF ഉണ്ടാവും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാം ഒരു വട്ടം നോക്കി എത്തിക്കഴിഞ്ഞെങ്കിൽ അതൊന്ന് നോക്കണത് നല്ലതായിരിക്കും. ഇത് എൻ്റെ +1 നോട്ടാ. Read for me VSEPR theory. Okay. The shape of the molecule depends on the number of valential electron pairs of the central atom. Central atomത്തിന്റെ valence electron pairsന്റെ number depend ചെയ്യുന്നുണ്ട്. Shape of the molecules depends upon the number of valential electron pairs in the central atom. The electron pair repel each other. As a result of the electron pairs try to stay far apart to acquire the state of minimum energy or maximum stability. The multiple bond is treated as if it is a single electron pair. The repulsive interaction decreases in the order lone pair, bond pair, and bond pair, bond pair. Lone pair, bond pair, and bond pair. Hey, that നോട്ട് എവിടുന്നോ? ഈസ് ഇറ്റ് ഓർഗാനിക്കല്ല. ഇത് 4th ചാപ്റ്റർ അല്ലേ? 4th ചാപ്റ്ററാന്ന് തോന്നുന്നു. യെസ്, 4th മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ചാപ്റ്റർ, ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിരുന്ന ഒന്നും ഓർമ്മയില്ലാത്ത ഇതൊന്നുമില്ല. +2 കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുന്നു? 1 ഇയർ കഴിഞ്ഞില്ല. ഓർക്കന്നെ, അല്ലാണ്ട് എന്താ വഴി? ഓർക്കാണ്ട് വേറെ നോ വഴി. സോ +2 കുഴപ്പമില്ല. എനിക്ക് +2 കുറച്ച് ഞാൻ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് +1 ഇനി കയറ്റിയെടുത്താൽ തോന്നുന്നു. കയറ്റിയെടുത്താൽ ചിലപ്പോൾ അത് A+ ആവുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റിന് A+ പോയാലോ. പിന്നെ പഠിക്കാണ്ട് വേറെ വഴിയില്ല. സോ പഠിക്കണം. എനിക്ക് +1 70 ഉള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ നമുക്ക് 1 മണി വരെയൊക്കെ നോക്കാനുള്ള സമയം കിട്ടും. രാത്രി കുത്തിരുന്ന് പഠിക്കാം. അതാണ് വഴി. വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അപ്പോൾ VSEPR തിയറി പഠിക്കാം. വാലൻഷ്യൽ ഇലക്ട്രോൺ 4 പോസ്റ്റുലേറ്റ് ആണ് വരുന്നത്. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ ഓഫ് ദ സെൻട്രൽ ആറ്റം. ഇലക്ട്രോൺ പെയർ റിപ്പൽ ഈച്ച് അതർ ആസ് എ result the electron pairs try to stay far apart to acquire the state of minimum
energy, minimum energy. Minimum energy. Okay. The electron pair repel each other as a result of electron pair try to stay far apart to acquire the state of minimum energy and maximum stability. The multiple bond is treated as if it is a single electron pair. The multiple bond is treated as if it is a single electron pair. ഇതെന്താ എക്സാം? കെമിസ്ട്രി പ്ലസ് ടുവിലത്തെ എക്സാം. ഞാൻ ചിലപ്പോൾ നിങ്ങൾ അടിക്കേണ്ടത് കാണില്ല, ചിലപ്പോൾ ഞാൻ പഠിക്കാവും, അതുകൊണ്ടാണ് സമയമില്ലാത്തതുകൊണ്ടാണ്. മാത്സ് പഠിക്കുന്ന ടൈമല്ലേ പോണത്, ഇത് കാരണം. ഇതെന്തായാലും നമ്മൾ ഇതിന് ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തുല്ലോ, പിന്നെ എഴുതാണ്ടിരിക്കണം. അത്രയ്ക്ക് അങ്ങനെ എഴുതാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. മാത്സ് നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല. 3 ദിവസം ഉണ്ടല്ലോ, 3 ദിവസം കൊണ്ട് മലർത്തി വെക്കാം. ഇതും കൂടി കഴിഞ്ഞാൽ തീരുമാനമാവും ഏകദേശം. The multiple bond is treated as if it is a single bond. The repulsive interaction decreases in the order lone pair, lone pair, lone pair, bond pair, and bond pair, bond pair. Okay. ഇതിൽ limitations of octet rule, atomic combination, transfer of valence electron one atom to another, or by sharing of valence electron in order to have an octet in their valence shell. The limitations are hydrogen molecule. In the compound, hydrogen has only 2 electrons in the valence shell. Electron deficient, BCl3, BH3, AlCl3. Incomplete octet in the central atom. Expanded octet or super octet, SF6, PCl5. Okay. 12 electron. Compounds having odd number of electrons. Compounds having odd number of electrons. Improvement ഏതെല്ലാം ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും. ഫിസിക്സ് അവിടെ ഞാൻ വെറുതെ കൊടുത്തതാണ്, ലൈക്ക് എന്താ പറയുക, അവിടെ മുടക്കുകളുണ്ടല്ലോ, അതുകൊണ്ട് കൊടുത്തത്. +1 5 പാഠം സെറ്റാക്കിയാൽ 50 മാർക്ക് കിട്ടും. ആണോ? ഞാൻ അതിൻ്റെ വെയിറ്റേജ് നോക്കട്ടെ, എന്നാൽ പിന്നെ അത് വെച്ചിട്ട് പഠിക്കാമല്ലോ. നോക്കിയില്ലായിരുന്നു, അത് നോക്കട്ടെ. എനിക്കൊരു 9 Do you have any other marks? First year? ഫസ്റ്റ് ഇയറിൽ ഏത് മാർക്സാ? ഹാവ് എനി അതർ? എനിക്ക് ആകെ പിന്നെ കെമിസ്ട്രിയിലാണ് മെയിൻലി A+ പോയേക്കണ്ടേ. 70 നിൽക്കണത് കെമിസ്ട്രിയിലാണ്. അപ്പോൾ അതിന് ഇനി പ്ലസ് ടുവിലത്തെ ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കുറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വൃത്തിക്ക് പഠിക്കണത്. ഇത് മോളിക്കുലാർ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ഒരു മിനിറ്റ്. കെമിസ്ട്രി മക്കളെ, നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാം എങ്ങനെ ഒന്ന് കമന്റ് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചു തരാം, അറബിയാണെങ്കിലും എജുകൊണ്ട് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കൂടെ കമന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം. ഇനി വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ എങ്ങനെ മാക്സിമം മാർക്ക്, ഫുൾ മാർക്ക് എന്ന് തന്നെ ഞാൻ പറയും, അത്രയും മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒപ്പിക്കാൻ പറ്റുന്ന നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് നോക്കാം. സോ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം വെയിറ്റേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മോഡൽ എക്സാം എഴുതുന്നതിന് മുമ്പ് ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ട് ഇറക്കിയ ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾ ഇതുപോലെ ഒരു വെയിറ്റേജ് കണ്ടിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് വെയിറ്റേജ് ആണ്, മാർക്കല്ല. ഫോർ എക്സാമ്പിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 7 വെയിറ്റേജ് ഉണ്ട്. അപ്പൊ ചില കുട്ടികൾ അത് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇക്വിലിബ്രിയത്തിന് 7 വെയിറ്റേജ് ആണ് പറഞ്ഞാൽ 7 മാർക്ക് നിർബന്ധമായ ചാപ്റ്റർ ചോദിക്കും. എന്നാൽ പബ്ലിക് എക്സാമിൽ മോഡൽ എക്സാം വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഓപ്ഷൻ ക്വസ്റ്റൻസ് ആയിട്ട് ചോദിക്കും. നിങ്ങൾ നോക്കിയ മോഡൽ എക്സാമിൽ 10 മാർക്ക് ചോദിക്കും. ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോകാർബൺ 2 ഓർഗാനിക് 16 മാർക്ക് എക്സാം വന്നപ്പോൾ ഓപ്ഷൻ 20 മാർക്ക്. അപ്പോൾ ആ ഒരു വെയിറ്റേജ് അറിയാം. മോഡൽ എക്സാമിന്റെ വെയിറ്റേജ് അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്നത് അതേ മാർക്ക് അതേ പാറ്റേണിൽ പബ്ലിക്കിന് വരാൻ ചാൻസ് കൂടുതലാണ്. ചെറിയ മാറ്റം അങ്ങോട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ കെമിക്കൽ ബോണ്ടിങ് മോഡൽ 10 മാർക്ക് ചോദിക്കുന്നുണ്ട്. വേറെ 10 ചെറുതായിട്ട് മാറ്റം ചേഞ്ച് ഇല്ല. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക്
50 ചാപ്റ്റേഴ്സിന് ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ് ഇനോർഗാനിക് ഫിസിക്കൽ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ അതിൽ പേര് പറയുന്നതായിട്ട് 58 മാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലരും വിചാരിക്കും ഓർഗാനിക് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഓർഗാനിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിക് 2 ചാപ്റ്റേഴ്സ് 8 മാർക്ക് 20 മാർക്ക് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഓർഗാനിക് അല്ലാത്ത 7 ചാപ്റ്റേഴ്സിന് എന്തെങ്കിലും 58 മാർക്ക് ഇൻക്ലൂഡിംഗ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഗാനിക് മാത്രം കോൺസെൻട്രേറ്റ് മതിയോ? പോരാ. നിങ്ങൾ ഈ 7 ചാപ്റ്റേഴ്സ് തറവായിട്ട് പഠിക്കുക. ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതിലേക്ക് ഡിഫിക്കൽറ്റി പറയുകയാണെങ്കിൽ വേഗം ചെയ്യും. ചില കുട്ടികൾക്ക് സ്ട്രക്ചർ ഓഫ് ആയിട്ടും അതുപോലെ കെമിക്കൽ ബോണ്ടിങ് ഇക്വിലിബ്രിയം പറയാൻ ചാൻസ് പറയാൻ ചാൻസ് ഇല്ല എന്നാണ് വിശ്വാസം. അപ്പോൾ പ്രോബ്ലം മേ ബി പ്രശ്നം 75 9 ഇക്വിലിബ്രിയം 10 റിഡോക്സ് 5 ഓർഗാനിക് 10 ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. ചില കുട്ടികൾക്ക് റിഡോക്സ് 20 20 10 30 30 10 40 40 10 50 50 55. ഓക്കെ, അപ്പോൾ each other. So നമ്മൾ പറയും വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺ പെയർസ് തമ്മിൽ റിപ്പൽ ചെയ്യും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. രണ്ടാമത്തത് അങ്ങനെ റിപ്പൽ ചെയ്യുമ്പോൾ they stay at maximum distance. They stay at maximum distance. എന്താണ് മാക്സിമം ഡിസ്റ്റൻസ് നിൽക്കുന്നത്? ടു മിനിമൈസ് റിപ്പൾഷൻ. റിപ്പൾഷൻ കുറക്കാൻ വേണ്ടി മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കും. സോ ഒന്നുകൂടി വാലൻസ് ഉള്ള ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ചെയ്യും. അങ്ങനെ റിപ്പൽ ചെയ്ത് മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കും. മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കുമ്പോൾ സന്തോഷം, റിപ്പൾഷൻ ഒക്കെ കുറഞ്ഞു. അങ്ങനെ മാക്സിമം ഡിസ്റ്റൻസിൽ പോയി നിൽക്കുമ്പോൾ മിനിമം റിപ്പൾഷൻ ആക്കാൻ വേണ്ടിയിട്ട് the shape of the molecule depends on the number of valential electron pairs of the central atom. The electron pair repel each other. As a result of electron pairs try to stay far apart to acquire the minimum energy and maximum stability. The multiple bond is treated as if it is a single bond, single electron pair. As if it is a single electron pair, the repulsive interaction decreases in the order lone pair, bond pair, and bond pair. Okay. Determine the shape. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ വാലൻസ് ഇലക്ട്രോൺ പെയർ രണ്ട് ടൈപ്പാണ്. VSEPR രണ്ട് ടൈപ്പാണ്. ഏതൊക്കെയാണ്? ഒന്ന് റിയാക്ഷനിൽ പങ്കെടുക്കാത്ത പെയർ ലോൺ പെയർ, ഒന്ന് റിയാക്ഷനിൽ പങ്കെടുത്ത പെയർ ബോണ്ട് പെയർ. Presence of lone pair in a molecule. ഞാൻ എന്തായാലും അവസാനത്തെ ചാപ്റ്റേഴ്സ് ഞാൻ അന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടും. സോ വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റത്തെ ചാപ്റ്റർ എന്ന് ഉദ്ദേശിക്കേണ്ടത് ഓർഗാനിക് അല്ല കേട്ടോ, ഓർഗാനിക് അല്ലാത്തത്. ഈ 7ാമത്തെ ചാപ്റ്റർ അതൊക്കെ നോക്കിയിട്ടുണ്ട്. 7 നോക്കിയിട്ടുണ്ട്, 6 നോക്കിയിട്ടുണ്ട്, 5 നോക്കിയിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ചാപ്റ്റർ എനിക്കറിയാം, അതും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1ാമത്തെ ചാപ്റ്റർ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ നോക്കി കഴിഞ്ഞു. പിന്നെ അതിലത്തെ ഒന്നുകൂടി ഒന്ന് നോക്കാം രാത്രിയാകുമ്പോൾ. പിന്നെ ഇനി 2 ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 8, 9 നോക്കണം. അത് ഓർഗാനിക് അല്ലേ, ഓർഗാനിക് നമ്മുടെ ഇപ്പോൾ പഠിക്കണത് തന്നെയായിരിക്കും ഉള്ളത്. എല്ലാതും ഒന്ന് നോക്കി എത്തിക്കണം എന്നുണ്ട്. വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആദ്യം നോക്കി എത്തിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഗാനിക്കിൻ്റെ 2 ചാപ്റ്റർ നോക്കാമെന്ന് വിചാരിക്കണം. ഞാൻ അൻഷിക്ക് നോക്കിയിട്ടേ നമ്മൾ കൊടുത്താൽ അൻഷിപ്പിന്റെ മുഖം ഡിസ്റ്റോട്ട് ആവുന്നത് ഇപ്പോഴുള്ള മുഖമില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഷേപ്പ് അൻഷിപ്പിന്റെ മുഖം അത് പതാം ഷേപ്പ്. പക്ഷേ ലോൺ പേർ അതിന്റെ അടിട്ടേ നമ്മൾ ഡിസ്റ്റോട്ട് ആവും. എക്സാമ്പിൾ തന്നതാണ്. സോ VSEPR രണ്ട് ടൈപ്പ് ഉണ്ട്. റിയാക്ഷനിൽ പങ്കെടുക്കാത്ത പേരും റിയാക്ഷനിൽ പങ്കെടുത്ത പേരും. റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ലോൺ പെയർ ഉണ്ടല്ലോ, ആ ലോൺ പെയർ എങ്ങാനും നിങ്ങളുടെ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഷേപ്പ് അത് മാറും. ഷാപ്പല്ല ഷേപ്പ്. ഓക്കെ, മനസ്സിലായോ? റെഡി മക്കളെ? ക്ലിയർ? Explain the shape of H2O molecule using VSEPR. Valence electron pair repulsion വെച്ചിട്ട് H2O ന്റെ ഷേപ്പ് തീരുമാനിക്കാനാണ് പറയുന്നത്. H2O ന്റെ ഷേപ്പ് പറയാനാണ് ഞാൻ സിമ്പിൾ ബബിൾ. നിങ്ങളോട് VSEPR ആക്കി വാലൻസ് ഷെല്ല് വേണം. വാലൻസ് ഷെല്ല് വേണം. ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ 2 6 ഇലക്ട്രോൺ ആണ്. 6 ഇലക്ട്രോൺ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി. 6 ഇലക്ട്രോൺ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ 2 ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വന്ന് 2 ബോണ്ട് പെയർ ഉണ്ടാകും. സോ 6 ഇലക്ട്രോൺ റെഡി ആയിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോൾ അവിടേക്ക് 2 ഹൈഡ്രജൻ വന്നിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കും. അങ്ങനെ 2 ബോണ്ട് പെയർ ആവും. എന്നാൽ അപ്പൊ ബാക്കി 4 വരാൻ ആരുമില്ല, പാവങ്ങൾ. അപ്പൊ അവര് 2 പേരും കൂടെ 2 ലോൺ പെയർ ആവും. സോ ടോട്ടൽ ബാക്കി ഉണ്ടായിരുന്ന 4 2 ലോൺ പെയർ ആയിരുന്നു. സോ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ചുറ്റും 4 ആളുണ്ട്. ആ 4 2 ബോണ്ടാണ്, ബാക്കി 2 ലോൺ പെയർ ആണ്. ഇതാണ് H2O. അപ്പൊ നമ്മൾ ഈ ഷേപ്പിനെ നോക്കി വിളിച്ചു ബെൻഡ് ഷേപ്പ്. ഈ ആംഗിൾ നോക്കി പറഞ്ഞു 104.5 ഡിഗ്രി. 104.5. ഞാൻ പറയാൻ പറ്റും. VSEPR മറ്റൊരു പോസ്റ്റിലേക്ക് എഴുതുന്നത് LP greater than BP. LP greater than BP. പട്ടിന്റെ വഴിയൊക്കെ മറന്നുപോയി. LP greater than BP greater than BP. അത് VSEPR തിയറിയുടെ മറ്റൊരു പോസ്റ്റിലേക്ക് കൂടിയാണ്. ഇക്വിലിബ്രിയം സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ആണോ? ഓക്കെ നോക്കാട്ടാ. അതിൻ്റെ അടുത്ത് പറഞ്ഞു ജൂനിയർ ഒരാൾ
ഇക്വിലിബ്രിയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. നോക്കാം. ഇറ്റ്സ് ആക്ച്വലി എക്സാമിനർ ജസിൽസ്. അതെ ആള് How many sigma and pi bonds are there in the ഇത് ശരിക്കും ഓർഗാനിക്കിൽ വരേണ്ടതാണ്. ഇനി നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് പറയാം. How many sigma and pi bonds are there in the following molecules? ഈഥയിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, ഈഥയിൽ എത്ര pi bond ഉണ്ട്, സിഗ്മ ബോണ്ട് pi bond ഉണ്ട്. ഈഥ എന്ന് പറയുമ്പോൾ ഒക്കെ സിംഗിൾ ബോണ്ട്, സിംഗിൾ സിഗ്മ ബോണ്ട്. എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ടാണ്. CH3 CH2 CH3. അപ്പൊ അതിൽ പൈ ബോണ്ട് ഇല്ല, പൈ ബോണ്ട് 0. എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? ആറ്റങ്ങൾ എണ്ണം 1 കുറക്കുക. ഒരു കാർബൺ 3 ഹൈഡ്രജൻ 4 5 7 8 11. അപ്പൊ സിഗ്മ ബോണ്ടിന്റെ എണ്ണം 11 - 1 10. സിമ്പിൾ ഹംബിൾ. ഇനി പൈ ബോണ്ട് ഈഥി എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് വരുമ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് വരും. അപ്പൊ ഒരു ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് പൈ ബോണ്ട് 1 ഉണ്ട്. ഡബിൾ ബോണ്ടിൽ 1 പൈ ബോണ്ട് ആയിരിക്കും. ദെൻ സിഗ്മ ബോണ്ട് എത്ര? വീണ്ടും എണ്ണുക, ആറ്റംസ് എണ്ണുക. നോക്കിയേ, 1 3 4 4 1 5 5 1 6 6 1 7 7 1 3 3 1 4 ദെൻ 5 6 7 8 9 9 1 കുറച്ചാൽ 9 - 1 8. യെസ്, എവിടേക്കോ ഓർമ്മയുണ്ട് പഠിച്ചതൊക്കെ. 9 - 1 8. യെസ്, 1 3 4 4 1 5 5 2 7 7 1 8 8 3 11. എവിടെയാ തെറ്റി? അയ്യോ തൊപ്പിയാണ്. അയ്യോ എന്താണ് സാറേ ഇതൊക്കെ ചെയ്യുന്നത്? സോറി ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയാണ്. എന്തൊക്കെയോ സംഭവിച്ചു. എന്താണ്? അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ 6 6 2 8. അപ്പൊ സിഗ്മ ബോണ്ടിന്റെ എണ്ണം 8 - 1 7. കണ്ടോ? മാർക്കട് പോയിരുന്നു. അപ്പൊ മനസ്സിലായോ സാറിന് +2 എങ്ങനെയാ മാർക്ക് പോയത്? +2 നിങ്ങൾ മാത്രല്ല ഇങ്ങനെ, സാറൊക്കെ ഇങ്ങനെ തന്നെയാന്ന് മനസ്സിലായത്. നിങ്ങൾ മാത്രല്ല ഇങ്ങനെ, ചില എനിക്ക് മാത്രം, ചില ആൾക്കാർ എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നം. ഇതെല്ലാവർക്കുള്ള പ്രശ്നം. മെയിൻ. ഓക്കെ, അടുത്തത് ഈഥി CH2 ഡബിൾ ബോണ്ട് CH2 പൈ ബോണ്ട് 1 തന്നെ. പൈ ബോണ്ട് 1 തന്നെ. ദെൻ സിഗ്മ ബോണ്ട് എത്ര ഉണ്ട്? 1 2 3 3 1 4 2 6 6 1 കുറച്ചാൽ 5. സെറ്റ്, സിമ്പിൾ ഹംബിൾ. റെഡി. യെസ് മക്കളെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞാട്ടോ, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നതൊക്കെ എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. യെസ്, sketch Lewis dot formula of H2. വെരി സിമ്പിൾ. അതൊന്നും ഇങ്ങോട്ട് പോവണ്ട. ഓന്ന് എഴുതുക, ഇങ്ങനെ എഴുതുക. ഓക്സിജന് 2 ലോൺ പെയർ അല്ലേ, അത് നമുക്ക് അറിഞ്ഞാൽ മതി. കഴിഞ്ഞു. സിമ്പിൾ ഹംബിൾ. C2H4 അതറിയാലോ. C2H4 C ഡബിൾ ബോണ്ട് C ആണല്ലോ. C2H4 ഡബിൾ ബോണ്ട് അല്ലേ. ദെൻ ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ. സിമ്പിൾ. എന്തിനാ ഒന്ന് പറഞ്ഞത്? ഓക്കെ, സെറ്റ്. ഓക്കെ, ഡിഫൈൻ ബോണ്ട് ഓർഡർ. എന്താണ് ബോണ്ട് ഓർഡർ? അപ്പൊ ഏതോ കുട്ടി ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, അയണിക് ബോണ്ട്. ശരി, അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ബോണ്ട് ഓർഡർ? അയണിക് ബോണ്ട്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണിക് ബോണ്ട്, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ഡയറ്റീവ് ബോണ്ട്, ബോണ്ട് ഓർഡർ, കണ്ടീഷൻസ് ടു എക്സിബിറ്റ് റെഫറൻസ്. ഈ ബുക്കിൽ എന്താണാവും? ഡൈപോൾ മൊമെന്റ്, ബോണ്ട് ഓർഡർ, ലൂയിസ് സ്ട്രക്ചർ, ടൈപ്സ് ഓഫ് ഓവർലാപ്പ്. ഇതിലാണോ? ഹൈബ്രിഡൈസേഷൻ. ഇപ്പോൾ ഇത് കാണൂല. Bond order. It is a half of the difference between the number of electrons in bonding molecular orbital and that in the anti-bonding bond order. Half into NB minus NB minus NE. NB എന്ന് പറയുന്നത് ബോണ്ടിങ് ഉള്ളത് ഏതായിരുന്നു? സ്റ്റാർ ഉള്ളതായിരുന്നു ബോണ്ടിങ് ഉള്ളത്. നേരത്തെ ഇവിടെ ഉദ്ദേശിച്ചത് NB എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്തത്, NB എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്തത്, NA എന്ന് പറയുന്നത് സ്റ്റാർ ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ്
ബോണ്ട് ഓർഡർ സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ബോണ്ട് ഓർഡർ നെഗറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ. ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേബിൾ. ഇറ്റ് ഈസ് എ ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ number of electrons in bonding molecular orbital and that in the anti-bonding molecular orbital. Bond order is equal to, it is a half of the difference between number of electrons in bonding molecular orbital and that in the anti-bonding molecular orbital. Okay. It is half of the difference between the number of electrons in the bonding molecular orbital and that in the anti-bonding molecular orbital. ബോണ്ടുകൾക്കിടയിലുള്ള ഓർഡറാണ് ബോണ്ട് ഓർഡർ. Was your today's exam overall? എനിക്ക് എളുപ്പമായിരുന്നോ ഇന്നത്തെ എക്സാം? എത്ര മാർക്കാണ്? +1 എനിക്ക് 70. എന്നോടാണ് ചോദിച്ചത്. എനിക്ക് Number of bonds between two atoms. 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 B minus n അതിന്റെ ഇക്വേഷൻ ആണ്. ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ number of bonds between two. It is a half of the difference between number of electrons in bonding molecular orbital and that in the anti-bonding molecular orbital. അല്ലെങ്കിൽ മറ്റേ ഡെഫിനിഷൻ ഇംഗ്ലീഷിലാക്കിയത്. സോറി, ഹാഫ് ഇൻറ്റു എട്ട് മീൻസ് ഡെഫിനിഷൻ ആക്കിയാൽ മതി. കാരണം ബോണ്ട് ഓർഡർ ഹീലിയം 2+ Li2-. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഹീലിയം 2+ എന്ന് പറയുമ്പോൾ അത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. അതിൽ ബോണ്ട് ഓർഡർ ഉണ്ടാവില്ല. അതാണ് 2 - 2 വരും. ഹീലിയത്തിലാകെ ഹീലിയം ഇതിങ്ങനെയല്ല കേട്ടോ. ഹീലിയം 2+. ഹീലിയം 2+. സോ ഹീലിയം 2 എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രോൺ 4 ആണ്. ആ 4 ഒന്ന് പോയി 3 ഇലക്ട്രോൺ. അപ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ വരെ σ1s2 σ*1s1 ആണ് വരിക. സോ എൻപിയുടെ എണ്ണം 2ഉം എൻഎയുടെ എണ്ണം 1ഉം ആണ്. സോ ബോണ്ട് ഓർഡർ അല്ലേ ചോദിച്ചത്? സോറി, ബോണ്ട് ഓർഡർ അല്ലേ ചോദിച്ചത്? അപ്പോൾ അത് കാണണം. എൻപി അത് കാണണം. എൻപിയുടെ എണ്ണം 2ഉം എൻഎയുടെ എണ്ണം 1ഉം ആണ്. സോ ബോണ്ട് ഓർഡർ കാണാൻ ഹാഫ് ഇൻറ്റു NB - NA, അഥവാ 2 1 വർഷം 1 ഹാഫ് ഇൻറ്റു 1 0.5. സോ ഇതിന്റെ ബോണ്ട് ഓർഡർ 0.5. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഹീലിയം 2+ന്റെ ബോണ്ട് ഓർഡർ ശരിക്കുള്ള ഹീലിയത്തിന്റെ അതായത് ഹീലിയം 2, അതായത് ഹീലിയം മോളിക്യൂൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സിസ്റ്റ് ചെയ്യില്ല. അതിന്റെ 2ഉം 2 - 2 വന്ന് 0 ആയി പോവുക. ഇംപ്രൂവ്മെന്റ് ആണ്. ലിഥിയം 2 എന്ന് പറഞ്ഞാൽ ലിഥിയം 2 എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളാണ്. ആ മോളിക്യൂളിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 6 ആണ്. ലിഥിയത്തിന്റെ എണ്ണം 3 അല്ലേ? ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 അല്ലേ? അപ്പൊ ലിഥിയം 2 ആകുമ്പോൾ 6 എണ്ണം. സോ ഒരു ലിഥിയത്തിൽ 3 എണ്ണം, 2 ലിഥിയത്തിൽ 6, ഒന്നും കൂടെ 7. സോ എഗൈൻ നമ്മൾ എഴുതുന്നു σ1s2 3 ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 Li2-. ലിഥിയം 2 എന്ന് പറഞ്ഞാൽ ലിഥിയം 2 എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂളിന്റെ കൂട്ടി 7. സോ എഗൈൻ നമ്മൾ എഴുതുന്നു σ1s2 σ*1s2 σ2s2 ഇപ്പോൾ 6 ആയി. σ*2s1. എൻപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 2ഉം 4. ബി പറയുമ്പോ സ്റ്റാർ ഇല്ലാത്തവർ, സ്റ്റാർ ഉള്ളവരല്ലേ? സ്റ്റാർ ഉള്ളവര് 1s2 4 - 3 1. അപ്പം ബോണ്ട് ഓർഡർ 0.5. ബോണ്ട് ഓർഡർ 0.5 യൂണിറ്റ് 0.5 നമ്പർ അല്ലേ? ഓ, ചായ കുടിച്ചു. നമ്പർ അല്ലേടാ. ക്ലിയർ. എല്ലാം തെറ്റിക്കാൻ പോവാ. എന്താ പരിപാടി? ഒന്നിട്ട് അങ്ങനെ തന്നെ പോയിട്ടാ. യെസ് മക്കളെ, ഡ്രോ ദി മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് O2. O2-ന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കണം. O2-ന്റെ കോൺഫിഗറേഷൻ എന്താണ്? σ1s2 σ*1s2 σ2s2 σ2pz2 അത് കഴിഞ്ഞിട്ട് എന്താ? σ2pz2 കഴിഞ്ഞ് കഴിഞ്ഞാൽ π2px = π2py. അത് കഴിഞ്ഞാൽ π2px = π2py. ഇനി π*2px = π*2py. π2px = π2py. കെമിസ്ട്രി എത്ര ചാപ്റ്റർ പഠിച്ചു? ഇപ്പം ഇരുന്നിട്ട് 2 ചാപ്റ്റർ കഴിയണുള്ളൂ. മുന്നേ പഠിച്ചിട്ടുള്ള ഇനി ഓർമ്മയിൽ നിന്ന് ഇനി എടുക്കണം. ഇതാണ് O2-ന്റെ കോൺഫിഗറേഷൻ. ആ O2 2 4 6 8 10 12 14 16 18 O2 എത്രയാ? 8 16
കോൺഫിഗറേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇത് നമ്മൾ എഴുതണമെന്നില്ല. ഉള്ളത്തെ സ്ട്രക്ചർ നമ്മൾ എഴുതൂല. സിഗ്മ 1s സിഗ്മ 0 എഴുതിയാലും കുഴപ്പമില്ല. അടുത്ത് നമ്മൾ വരക്കുമ്പോൾ എഴുതാൻ മീൻസ് നമ്മൾ ഓർബിറ്റൽ ഡയഗ്രാം വരക്കുമ്പോൾ സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. അപ്പൊ സിഗ്മ 2s2 ഒരു ബോക്സ്, സിഗ്മ സ്റ്റാർ 2s2 ഒരു ബോക്സ്. അടുത്ത് സിഗ്മ 2pz2 അതിനൊരു ബോക്സ്. പൈ 2pxും പൈ 2pയും ഒരേ എനർജി ഉള്ള ബോക്സ്. നമുക്ക് നമ്മുടെ തന്നെ വരച്ച് പഠിക്കാം. sigma 1s sigma 1s ഇവിടെ സിഗ്മ സ്റ്റാർ 1s. സിഗ്മയിൽ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. സോ ഇവിടെ എന്നിട്ട് ഇതുവരെ ഇങ്ങനെ കുത്തിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ, സിഗ്മ 2s ഇതുപോലെ തന്നെ വരയ്ക്കാം. സിഗ്മ 2s, ഇവിടെ 2sൻ്റെ ഒരു കള്ളി, ഇവിടെ 2sൻ്റെ ഒരു കള്ളി, പിന്നെ ഇവിടെ സിഗ്മ സ്റ്റാർ 2s. സോ ഇങ്ങനെ ഇവിടെയൊക്കെ ഫീൽഡാണ്. ഇനി അടുത്തത് ഇതിൻ്റെ വരയ്ക്കുമ്പോൾ 2pz, ആദ്യം 2pz അല്ലേ വന്നത്. സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2p സിഗ്മ സ്റ്റാർ 2s. ഇനി സിഗ്മ 2pz സിഗ്മ 2px ഈക്വൽ ടു സിഗ്മ 2py. ദെൻ അത് കഴിഞ്ഞാൽ സിഗ്മ തന്നെയല്ലേ, പൈ ആണ്. ഓക്കെ സിഗ്മ 2pz ആണ് സിഗ്മ. ദെൻ പൈ 2px ഈക്വൽ ടു പൈ 2py. ദാറ്റ് ഈസ് അത് കഴിഞ്ഞിട്ട് പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ഓക്കെ, അപ്പോൾ സിഗ്മ കഴിഞ്ഞിട്ട് പൈ തുടങ്ങണം, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി സിഗ്മ 2pz താഴെ വരയ്ക്കാം. ഇവിടെ സിഗ്മ 2pz, അതിൻ്റെ മുകളിൽ ഒരു വരിയിലായിട്ട് ഇത് വരയ്ക്കുക. 2px പൈ 2px ഇവിടെ പൈ 2py. അപ്പോൾ ഇവിടെ 2pയുടെ ഒരു കള്ളി, അല്ല 2pക്ക് 3 കള്ളിയാണ് നമ്മൾ പഠിച്ചത്. 1 2 3, ഇവിടെയും 1 2 3, ഇവിടെ 2p ഇവിടെ 2p. ഇനി ഇവിടെ അത് കഴിഞ്ഞിട്ട് ഏതാവുന്ന 2p. ഇനി പൈ കഴിഞ്ഞു. ഇനി പൈ സ്റ്റാർ 2px 2py. പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py. ഏറ്റവും മുകളിൽ സിഗ്മ. ഇനി ഇതിൻ്റെ ഇത് കഴിഞ്ഞ് ഇതിൽ ഏറ്റവും ലാസ്റ്റ് സിഗ്മ സ്റ്റാർ 2pz സിഗ്മ സ്റ്റാർ 2pz താഴെ. ഇവിടെ എത്ര എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്? 2pz 2 എണ്ണം ഉണ്ട്. 2pz 2 എണ്ണം ഉണ്ട്. പിന്നെ 2px y ഓരോന്നല്ലേ, അങ്ങനെയല്ലേ? അല്ല, x2 2py2 ദെൻ സ്റ്റാറിൽ 1. ഓക്കെ, ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 2 ഉണ്ടാവും. ഇവിടെ 1 ഇവിടെ 1. സോ 2px പൈ 2 ഇവിടെ 2 എണ്ണം, 2px 2 എണ്ണം, 2py 2 എണ്ണം, 2pz പൈ സ്റ്റാർ 2px 1 2py 1. എനിക്ക് 70 ഉണ്ടായിരുന്നുള്ളൂ. പേജ് അങ്ങനെ പറിച്ചാൽ മൊത്തം പേജ് പോകും. ആകെ ഒരു പേജേ പറിച്ചുള്ളൂ. അവിടെ നിന്ന് മൊത്തം ഒന്നും പോരില്ല. ആകെ ഒരു പേജല്ലേ എടുത്ത്, അതൊന്നും വരില്ല. അപ്പോൾ ഓക്സിജൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ എന്താ? ഹാഫ് ഇൻറ്റു NB മൈനസ് N. ഹാഫ് ഇൻറ്റു NB എത്ര വന്നു? NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NB സ്റ്റാർ ഇല്ലാത്തവർ അല്ലേ ആയിരിക്കും. NB സ്റ്റാർ ഇല്ലാത്തവരൊന്നും 2 4
6, 8, 10. യെസ്, സ്റ്റാർ ഇല്ലാത്തവരാണ് ആര്? ബി. സ്റ്റാർ ഇല്ലാത്തവർ ബി. എ സ്റ്റാർ ഉള്ളവർ 2, 4, 6, 8. 10 - 8 ദാറ്റ് ഈസ് 1/2 into 2. 1 1 ക്യാൻസൽ ആയി. പഠിപ്പി തന്നെയെന്നോ? പിന്നെ ഭയങ്കര പഠിപ്പിയാണ്. ലാസ്റ്റ് നേരത്തെ കുത്തിയിരുന്നു എന്തൊക്കെയോ എഴുതാൻ പോയത് പഠിപ്പി. അതിനൊരു ബോക്സ് pi 2px ഉം pi 2p ചെയ്താണ്. ഇതില് എന്ത് H2O exist as liquid while H2S is a gas? Explain. പറഞ്ഞോ. H2O exist as liquid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O ലിക്വിഡ് ആയിട്ട് നിൽക്കാനുള്ള കാരണം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. H2S is a gas എന്ന് പറയാൻ കാരണം absence of intermolecular hydrogen bonding. അല്ലേടാ. അപ്പൊ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് H2O ഉള്ളിൽ വരികയും അവർ അടുത്തടുത്ത് നിൽക്കുകയും അത് ലിക്വിഡ് പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. അപ്പൊ അവർ ദൂരെ പോകുന്നു. അപ്പൊ അവർ ഗ്യാസ് ആയിട്ട് മാറുന്നു. സെറ്റ് സിമ്പിൾ ഹമ്പിൾ. റെഡി. അപ്പൊ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനോട് വിട പറയുകയാണ്. ഏകദേശം അത്യാവശ്യം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്തൊരു ടൈപ്പ് ഒന്ന് ഇത് മാത്രമാണ്. വാട്ട് ഈസ് ഒക്ടെറ്റ് റൂൾ? എന്താണ് ഒക്ടെറ്റ് റൂൾ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏതൊരു ആറ്റത്തിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കിയിട്ട് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആറ്റംസ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഫിൽ ചെയ്ത് സ്റ്റേബിൾ ആകാൻ വേണ്ടി. Atoms can combine either by transfer of valence electron from one atom to another or by sharing of valence electron in order to have an octet in their valence. Atoms can combine either. +1 ടോട്ടൽ എനിക്ക് 491 അത്രേ ഉള്ളൂ. 491 94%. അതിൽ തന്നെ ഒന്ന് നിൽക്കാനാണ്. നിർത്തിയാൽ എനിക്ക് സന്തോഷം. നിൽക്കുമെന്ന് എനിക്കറിയില്ല. +2 കഴിയുമ്പോഴും അത്ര തന്നെ വേണമെന്നാണ് ആഗ്രഹം. നടക്കുമോ? ബോർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ശരി, മെസ്സി പറയണ പോലെ. ഒരു മിനിറ്റ്. വെയിറ്റ്. മെസ്സി പറയണ പോലെ എല്ലാം വരട്ടെ. പ്രാർത്ഥിക്കുന്നുണ്ട്. Octet rule. Atoms can combine either by transfer of valence electron from one atom to another or by sharing of valence electron in order to have an octet in their valence shell. Octet കംപ്ലീറ്റ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ശരി. +1 ഇംഗ്ലീഷിൽ എത്ര ഉണ്ടായിരുന്നു? കുറവാണ്. എനിക്ക് 94 ഉള്ളൂ ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷ് പിടിച്ചെടുക്കണം. ലാസ്റ്റ് എക്സാം അല്ലേ? 4 ദിവസം ഫിസിക്സിൻ്റെ മറ്റേ ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ് 3 ദിവസം എന്തോ ഉണ്ട്. ഇതാണ് ഒക്ടെറ്റ് റൂൾ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഇൻകംപ്ലീറ്റ് ഒക്ടെറ്റ്. ഹൈഡ്രജൻ ബോണ്ടിങ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, പിന്നെ കുറേ ഉള്ളത് എക്സ്പാൻഡഡ് ഒക്ടെറ്റ്, സൂപ്പർ ഒക്ടെറ്റ്, കോമ്പൗണ്ട്സ് ഹാവിങ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എക്സാമ്പിൾ NO, NO2. ഒക്കെ NO2. Compounds of xenon and krypton. It cannot explain the shape of the molecule. ഏത്?
limitations of octet rule. It cannot explain the shape of the molecule. It cannot explain the relative stability of molecules and the energy of the molecule. It cannot explain the shape of the molecule. It cannot explain the relative stability of molecules and the energy of the molecules. It cannot explain the relative stability of molecules and the energy of molecules. It cannot explain the shape of the molecules, and it cannot explain the stability of molecules and the energy of the molecules. Stability and energy. Okay. Expanded octet. Thermodynamic first law or second law നാളത്തെ പേപ്പറിൽ കാണും. ചാപ്റ്റർ പഠിച്ചോ? ഇല്ലില്ല, ക്വസ്റ്റ്യൻസിലൂടെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പോകണു, അല്ലാണ്ട് പഠിക്കാനുള്ള നേരമില്ല നമ്മുടെ അടുത്ത്. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തിരിച്ചു ചോദിക്കും. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിന്റെ എക്സാമ്പിൾ LiCl-ഉം BeCl2ഉം BCl3 ഒക്കെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിന്റെ എക്സാമ്പിൾ ആണ്. LiCl, BeCl2, BCl3. എക്സ്പാൻഡഡ് ഒക്ടറ്റിന്റെ എക്സാമ്പിൾ BCl5 പറ്റും, SF6 പറ്റും, H2SO4 പറ്റും. Then ഓഡ് നമ്പറിനെ NO2. No. Yes. Xenon and krypton cannot explain the shape of the molecule. It cannot explain the relative stability and the energy of the molecules. മാത്സ് പഠിച്ച് എങ്ങനെ ശരിയാവും? നാളെ കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ട്. PYK ആണോ യൂട്യൂബ് ക്ലാസ് ആണോ പറ്റുക? ഇത് വെക്കും. പിന്നെ ചിലപ്പോൾ എൻ്റെ ഞാൻ ഓൾറെഡി ഈ നോട്ട്സാണ് കഴിഞ്ഞ കൊല്ലം ഫുള്ള് പഠിച്ചേക്കണേ. അപ്പോൾ എനിക്ക് ഈ നോട്ട്സ് എഴുതിയാണ് ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ ഓർമ്മ ഉള്ളത്. അപ്പോൾ ഞാൻ നോട്ട്സ് ഇത് വയ്ക്കും, ക്വസ്റ്റ്യൻ അത് നോക്കും, ആൻസർ ഇത് നോക്കി പഠിക്കും. മാത്സ് പഠിക്കുന്നില്ല. മാത്സ് നാളെ വന്നിട്ട് ഇൻ്റഗ്രേഷൻ തൊട്ട് തുടങ്ങണം. ഇൻ്റഗ്രേഷൻ ആദ്യം തൊട്ട് തുടങ്ങണം. അയ്യോ വിഷമം അവിടെ. മാത്സ് കൂടി കഴിഞ്ഞാൽ ഒരു സമാധാനപരമായിരിക്കാം. മക്കളെ, ഒക്ടറ്റ് റൂളിന്റെ പോയിന്റുകളും കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നേരത്തെ എന്താണ് പറയാ, കെമിസ്ട്രി ഞാൻ മുന്നേ ഓൾറെഡി ഒരു 4 ചാപ്റ്റർ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് റിഡോക്സ്, തെർമോഡൈനാമിക്സ്, പിന്നെ 3ാമത്തെ ചാപ്റ്റർ മറ്റേ ഏതായിരുന്നു പാഠം, കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ അല്ലേ, മറ്റേ പീരീഡും ഗ്രൂപ്പൊക്കെ വരുന്ന ചാപ്റ്റർ, അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 1ഉം 2ഉം ഇപ്പം തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. Which one is more covalent? Justify the answer. NaCl, BeCl2, AlCl3. എടാ, ഫയാൻസ് റൂൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്താണ്? സ്മോളർ ദി സൈസ് ഓഫ് കാറ്റയോൺ, larger the size of anion, greater the charge of cation. Which one is more covalent? Justify the answer. NaCl, BeCl2, AlCl3. എടാ, ഫയാൻസ് റൂൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്താണ്? സ്മോളർ the size of cation. കാറ്റ് കുഞ്ഞതാണ്. Larger the size of anion. ആന വലുതാണ്. ആനിയോൺ ലാർജർ. Greater the charge of cation. Greater the charge on anion. Greater the charge on anion. Okay. Smaller the size of the cation, larger the size of the anion, greater the charge of cation. Okay. അല്ല anion. Which one is more covalent? Justify the answer. Cation anion. NaCl, BeCl2, AlCl3. ഫയാൻസ് റൂൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്താണ്? Smaller the size of cation, larger the size of anion, greater the charge of cation. Smaller the size of cation, ചെറിയ പൂച്ച. Larger the size of anion, വലിയ ആന. Yes. Greater the charge of cation, ചാർജ് വലുത്. കാറ്റിന് ചാർജ് ആയിട്ട് നിൽക്കാന്ന് വിചാരിച്ചു. കാറ്റ് ചെറുതാവും. ആദ്യം വരുന്ന കാറ്റ് ചെറുതാവണം, ആന വലുതാവണം. അപ്പൊ കാറ്റ് ചെറുതും ആന വലുതും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക് കോവലന്റ് ക്യാരക്ടർ കൂടുതലാണോ അല്ലേ നോക്കുക. അപ്പൊ NaCl ഇവിടെ Cl ആണ്, BeCl2 ഇവിടെ Cl ആണ്, AlCl3 അവിടെ Cl ആണ്. അപ്പൊ ആനക്ക് വ്യത്യാസമല്ല, ആന എല്ലായിടത്തും സെയിം, Cl. പക്ഷെ കാറ്റിന് വ്യത്യാസം. ഇവിടെ സോഡിയമാണ്, ഇവിടെ ബെർലിയമാണ്, ഇവിടെ അലുമിനിയാണ്. നമുക്ക് സൈസ് അറിയാത്തതുകൊണ്ട് ചാർജ് നോക്കാം. N-ന്റെ കൂടെ 1 Cl അപ്പൊ 1 പ്ലസ്, ബിന്റെ കൂടെ 2 Cl അപ്പൊ 2 പ്ലസ്, Lന്റെ കൂടെ 3 Cl അപ്പൊ പ്ലസ് 3. ആർക്കാ ചാർജ് കൂടുതൽ? AlCl3 ക്കാണ് ചാർജ് കൂടുതൽ. അപ്പൊ AlCl3 ക്കാണ് കോവലന്റ് ക്യാരക്ടർ കൂടുതൽ. അത് കഴിഞ്ഞാൽ BeCl2 ആണ്, അത് കഴിഞ്ഞാൽ NaCl ആണ്. Justify your answer. This rule according to Fajans rule. This arrangement is according to Fajans rule. Fajan. ഏതാ ശരിക്കും? Fajans rule. Ready മക്കളെ?
എന്താ റൂളിൻ്റെ പേര്? ഫജാൻ റൂൾ ഓർ ഫജാൻ റൂളാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലാണാവോ ഫജാൻസ് റൂൾ. Covalent character of ionic bond increase with a small size of cation, large size of anion, large charge on both cation and anion. LiCl, NaCl, CaCl, LiCl, NaCl, CaCl. Okay. AlCl2, MgCl2, NaCl2. Okay. Sir, will answer again. ഞാൻ ഇവിടെ ഇരുന്ന് എഴുതിയൊക്കെ കഴിഞ്ഞിട്ട് അയച്ചാൽ ഞാനൊരു മനുഷ്യനാണ്, കുഴപ്പമില്ല. മക്കളെ സെറ്റാണോ? നെക്സ്റ്റ് നമ്മൾ പോകുന്നു തെർമോഡൈനാമിക്സ്. വീണ്ടും ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഞാനൊരു കാര്യം എന്റെ മക്കളോട് ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട്. ഒരു മിനിറ്റ് ഗൈസ്, അതിന്റെ നോട്ട്സ് ഒക്കെ ഞാൻ എടുത്തിട്ട് വരാൻ. വൈറ്റ് ഇവിടെ ഇരിക്കുന്ന മക്കളിൽ ഇനിയും ഒരു 5 ചാപ്റ്റർ ബാക്കി പഠിക്കാം. 9 ചാപ്റ്റർ 5 ചാപ്റ്ററെങ്കിലും ബാക്കി ഇനിയുള്ളൂ. തീരെ പഠിക്കാത്തുള്ളൂ. ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. നല്ല ബാക്കിലാണ്, മാക്സിമം പെട്ടെന്ന് കവർ ചെയ്ത് പോകും. നിങ്ങൾ അധികം പഠിക്കാൻ സമയമില്ല. അധികം വരും. മാക്സിമം 9 ചാപ്റ്റർ ആ ചാപ്റ്റർ വരുന്ന ഭാഗം നിങ്ങൾ ചെയ്യേണ്ടത്, നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ വേറെന്തോ എക്സ്റ്റെൻസീവ് എന്നും ഇന്റൻസീവ് എന്നും പ്രോപ്പർട്ടികളായിട്ട് തരംതിരിക്കുക. നിങ്ങൾക്കറിയാം, എക്സ്റ്റെൻസീവ് എന്ന എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇന്റൻസീവ് എന്ന എമൗണ്ടിനെ ഇൻഡിപെൻഡ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യാത്തത്. Extensive which depends on the quantity or size of the matter. Extensive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ആൻഡ് സൈസ് ഓഫ് ദ മാറ്റർ. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എമൗണ്ട് ഓഫ് മാറ്റർ. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് ദ മാറ്റർ. ഈ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇൻറ്റൻസീവ് ആണ് അല്ലേ? ടെമ്പറേച്ചർ, പ്രഷർ, സർഫസ് ടെൻഷൻ, മോളാർ, ഇതല്ലേ ഒക്കെ പഠിക്കാനുള്ളത് നമുക്ക്. ഇന്റേണൽ എനർജി, യെസ്. എക്സ്റ്റെൻസീവ് ആണ് ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ജിപ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി. എമൗണ്ടിനനുസരിച്ച് മാറും. അപ്പോൾ ഇന്റേണൽ എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഡെൻസിറ്റി, എമൗണ്ടിന്റെ ഡെൻസിറ്റി മാറും. വെള്ളം 1 ലിറ്റർ ആണെങ്കിൽ ഇത്ര ഡെൻസിറ്റി, വെള്ളം 500 ആണെങ്കിൽ ഡെൻസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു ഗ്ലാസിലൂടെ കൈ പോകുമ്പോൾ അതെത്രത്തോളം പീരിയഡ് ചെയ്യും, അത് ഗ്ലാസിന്റെ അളവിനനുസരിച്ച് ഡീവിയേഷൻ മാറും. ഇല്ലല്ലോ. സോ ഒരു ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 അത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ എമൗണ്ടിനനുസരിച്ച് മാറുന്ന മാസ്, ഒരു 2 കിലോ പകുതിയാക്കി 1 കിലോ, അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി ഷുവർ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സ്. Then മക്കളെ, define a spontaneous process, a process which takes place without the help of any external agent. Without It is a process that takes place without the help of external agency. All natural processes are the spontaneous process. It is a process that takes place with the help of external energy and a non-spontaneous process. Okay. Without the help of any external agency. പുറത്തുനിന്ന് ഒരാളുടെയും സഹായമില്ലാണ്ട്, any external force, പുറത്തുനിന്ന് ഫോഴ്സ് ഇല്ലാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു ഫോഴ്സും കൊടുക്കാൻ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കില്ല. എന്റെ പ്രശ്നം എന്റെ മക്കളുടെ പഠനം പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചോളൂ. രാവിലെ വൈകുന്നേരം ബുക്ക് തന്നു അങ്ങനെ ശരിക്കും കണക്ട് പഠിക്കും. സ്പോണ്ടേനിയസ് പ്രോസസ്. അങ്ങനെയാണ് ഐഡന്റിഫൈ ദ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടേനിയസ് വേർ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ പോസിറ്റീവ്. ഇവിടെ നമ്മൾ ട്രിക്ക് പറഞ്ഞു, രണ്ടും പോസിറ്റീവ് ആണ്. ചോദ്യം എന്താ? നിങ്ങളുടെ ഒരു റിയാക്ഷനിൽ ഡെൽറ്റ എച്ചും പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണ്. ഈ ക്വസ്റ്റിനെ കാണുമ്പോൾ അന്നപ്പെട്ട് ക്ലാസ് എക്സാം അന്നപ്പെടുന്നവരുണ്ട്. ഡെൽറ്റ എച്ചും പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണ്. ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? എന്തേ നമ്മൾ ട്രിക്ക്? രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ. മറക്കല്ലേടാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്
ഡെൽറ്റ എസ് പോസിറ്റീവാണ്, ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ. ദെൻ ഡെൽറ്റ എസ് നെഗറ്റീവാണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ. Process taking place with increasing entropy. എന്താണ് entropy എന്ന് പറഞ്ഞാൽ? It is the degree of randomness. Randomness. Yes. What is entropy? Entropy. Entropy. It is the extensive property on a state function. Measure of degree of dissociation or randomness of a system. Measure of degree S. Delta S is equal to Q by T. Delta S is equal to Q by T. Delta S is equal to Q by T. It is a measure. It is a measure of degree of dissociation. It is a measure of degree of dissociation. Degree of disorderness or randomness of the system. Measure of degree of disorderness or randomness of the system. Degree of disorderness or randomness of the degree system. of measurement of randomness, measurement of disorderness. So എത്രത്തോളം disorderness എത്രത്തോളം disorder ആയി എന്ന് അതാണ് entropy. അപ്പം മക്കൾ പറഞ്ഞേ കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ആവിയായിട്ടുള്ള സോ എൻട്രോപ്പി കുറയല്ലേ ചെയ്യാം. കാരണം ആവി എന്ന് പറയുമ്പോൾ മോളിക്യൂൾസ് വളരെ ദൂരെയാണ് നിൽക്കുന്നത്, അപ്പോൾ ഓടിക്കളിക്കാം. പക്ഷെ ലിക്വിഡ് പറയുമ്പോൾ കുറച്ചും കൂടി അടുത്തടുത്തായി. സോ സ്റ്റീം ലിക്വിഡ് ആവുക, അപ്പൊ എൻട്രോപ്പി കുറയല്ലേ ചെയ്യാം. സോ എൻട്രോപ്പി കുറയും. ഫ്രീസിംഗ് ഓഫ് വാട്ടർ, വാട്ടർ ഫ്രീസ് ആവുക, വാട്ടർ ലിക്വിഡ് ആണ്, ഫ്രീസ് ആവുമ്പോൾ കുറച്ചും കൂടി അടുത്തടുത്ത് വരും. സോ എൻട്രോപ്പി വീണ്ടും കുറയും. മെൽറ്റിംഗ് ഓഫ് ഐസ്, ഐസ് ഉരുക, ഐസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത മോളിക്യൂൾസ് വരും, അത് ടെമ്പറേച്ചർ ഉരുകും, അത് ഉരുകിയിട്ട് വെള്ളമാക്കി പറയുമ്പോൾ എൻട്രോപ്പി കൂടും. കത്തുന്നുണ്ടോ? എങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് heat summation. Hess's law. The law states that the total enthalpy change for a physical or chemical process is the same whether the reaction taking place in a single step or several steps. ഈ ചാപ്റ്റർ നമുക്ക് മുഴുവൻ പഠിക്കാം. That's more good. Okay, types of system, open system ഉണ്ട്, closed system ഉണ്ട്, isolated system ഉണ്ട്. ഓപ്പൺ സിസ്റ്റത്തിൽ എനർജി എക്സ്ചേഞ്ച് നടക്കും, മാറ്റർ എക്സ്ചേഞ്ച് നടക്കും. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എനർജി ചേഞ്ച് നടക്കും, മാറ്റർ ചേഞ്ച് നടക്കില്ല. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എനർജി ചേഞ്ച് നടക്കില്ല, മാറ്റർ ചേഞ്ച് നടക്കില്ല. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സിസ്റ്റം ബൗണ്ടറി കുഴപ്പമില്ല, യൂണിവേഴ്സ് കുഴപ്പമില്ല. എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a property whose value depends on the quantity or size of the matter present in a system. It is a property whose value depend on the quantity of the size of the matter. Thermodynamics എത്രാമത്തെ ചാപ്റ്റർ ആണോ? അഞ്ചാമത്തെ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു. 9 മാർക്ക്. ഓക്കെ. Extensive, it is a property whose value depends on the quantity or size of the matter present in a system. Extensive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a property whose value depends on the quantity or size of the matter present in a system. Example, volume, mass, internal energy. എക്സ്റ്റെൻസീവിലാണ് ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ സാധനം. internal energy, enthalpy, entropy, Gibbs energy, heat capacity, volume, mass. Okay, volume, mass, internal energy, entropy, enthalpy, Gibbs energy, heat capacity. ഇനി അടുത്തത് വരുന്നത് എന്താ പറയുന്നത്? മാസ് ബൈ വോളിയം ആണ്, ഡെൻസിറ്റി. മാസ് ബൈ വോളിയം. മാസ് എന്ന് പറയുന്നത് എക്സെൻട്രിക് എന്നല്ലല്ലോ, എക്സ്റ്റെൻസീവ് ആണ്. വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്, ഡെൻസിറ്റി പക്ഷേ ഇൻറ്റൻസീവ് ആണ്. റേഷ്യോ ഓഫ് ടു എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് ആയിരിക്കും. റേഷ്യോ ഓഫ് ടു എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് ആയിരിക്കും. ശരി, ഗിവ് മീ ജിബ്സ് എനർജി, ഇൻറ്റേർണൽ ഗിവ് മീ അത് തന്നെയാണ് തോന്നുന്നത്. ജിബ്സ് എനർജി, ഇൻറ്റേർണൽ എനർജി, വോളിയം, എൻതാൽപ്പി, എന്താ മാസ്, എൻട്രോപ്പി, ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഗിവ് മീ. ശരി. Intensity എന്ന് പറഞ്ഞാൽ it is the properties which do not depend on the quantity or size of the matter present in the system. It is the properties which do not depend on the quantity or size of the
size of the quantity or size of the matter present in the system. Example എന്താ ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. State function and path function. The function or property which depends only on the initial and final state of the system and do not depends upon the path followed. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി. ടെമ്പറേച്ചർ മറ്റേതിൽ ഹീറ്റും വർക്കും മാത്രമല്ലേ ഉള്ളൂ. യെസ്, ഓക്കെ. ബാക്കിയൊക്കെ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻ or a property that depends only on initial and final state of a system and do not depend on the path followed. Temperature, pressure, volume, internal energy, enthalpy. In a path function which depends on the path and initial and final state is known as path function. ഹീറ്റും വർക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇൻറ്റേർണൽ എനർജി യു, കിലോ ജൂൾ പെർ മോൾ. അതാണ് അതിൻ്റെ യൂണിറ്റ്. ഇൻറ്റേർണൽ എനർജി യു. It is the sum of different types of energy by the transfer of heat by doing work. Internal energy, sum of different types of energy. The U of the system can be changed in mainly two ways. Okay, by the transfer of heat by doing work. By transfer of heat doing work. Okay, by the transfer of heat by doing work. Sum of different types of energy. The internal energy of a system can be changed in mainly two ways. Sum of different types of energy. The internal energy of a system can be changed in mainly two ways. And the transfer of heat doing work. It is a energy possessed by a body. Okay, ശരി. ഫസ്റ്റ് ലോ എന്താ പറയണേ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി ഓഫ് an isolate internal energy change. Total energy of an isolated system is a constant energy can neither be created nor be destroyed. It is a total energy. Total energy of an isolated system is a constant energy that can be created nor be destroyed. Energy of an isolated system is a constant. Energy can neither be created nor be. Energy of an isolated system is a constant. Energy can neither be created nor be destroyed. Okay, delta U is equal to Q plus W. Delta U is equal to Q plus W. Expansion of work, delta U is equal to Q into P delta V. Delta U is equal to P into Q delta V. Delta U is equal to Q plus W. W എന്ന് പറയുന്നത് എന്താ? P delta V. W എന്ന് പറയുന്നത് P delta V. Expansion of work, delta U is equal to Q minus P delta V. Q പോസിറ്റീവ്, ഇതെന്താ? P irreversible process. P minus P delta V. Reversible process work P irreversible ആവണമെങ്കിൽ temperature P delta V. Irreversible process minus P delta V. Reversible process minus 2.303 RT log V2 by V1. ഇതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കർത്താവേ. Q is positive, Q negative. Work done by the substantia negative on the substantia positive. Q positive, Q negative. Work done by the substantial negative. Work done by the substantia negative. Work done on the system positive. Irreversible processന് വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി. ഇറവേഴ്സിബിൾ പ്രോസസ്സിന് വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. റിവേഴ്സിബിൾ പ്രോസസ്സിന് വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു ഓക്കെ. ഇറവേഴ്സിബിൾ ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിലാണ് വരിക. ഇറവേഴ്സിബിൾ പ്രോസസ്സിന് വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. ഇനി റിവേഴ്സിബിൾ പ്രോസസ്സിന് വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു മൈനസ് 2.303 RT ലോഗ് V2 ബൈ V1. റിവേഴ്സിബിൾ പ്രോസസ്സിന് വർക്ക് ഡൺ മൈനസ് 2.3 RT ലോഗ് V2 ബൈ V1. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ substantia plus W. Work done on the system positive by the system.
by work done by the system negative, on the system positive, on the system positive, by the system negative, on the system positive അല്ലേ, on the system positive, by the system negative. ശരി. ഹായ് റീസ്, തുടങ്ങിയിട്ട് കുറേ നേരമായോ ചോദിച്ചാൽ കുറച്ച് നേരം, 1 hour ആവണം. ഓക്കെ, ഇനി എന്താണ് ഫ്രീ എക്സ്പാൻഷൻ? അപ്പോൾ ഇവിടെ ഫോർ റിവേഴ്സിബിൾ പ്രോസസ്സ് -P∆V, ഫോർ റിവേഴ്സിബിളിന് -2.303 RT log V2/V1. ഓക്കെ, ഇറവേഴ്സിബിൾ പ്രോസസ്സാണ് ഫാസ്റ്റ്, റിവേഴ്സിബിൾ പ്രോസസ്സാണ് സ്ലോ. ഫാസ്റ്റ് ആണെങ്കിൽ ഇറവേഴ്സിബിൾ പ്രോസസ്സ് -P∆V, Q ഇന്ന് -P∆V ആവൂല. ഓക്കെ, Q -P∆V. ഇനിയിപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് വെച്ചാൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് -2.303 RT log. എത്ര ചാപ്റ്റർ പഠിച്ചു? ഒരു 3-4 ചാപ്റ്റർ കുഴപ്പമില്ലാണ്ട് അറിയാം. ഇനി പിന്നെ ഓർഗാനിക് 2 ചാപ്റ്റർ ഉള്ളത്, അത് സെറ്റാക്കാം, കുഴപ്പമില്ല, ലാസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഒരു 20 മാർക്സും, പിന്നെ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ ഒരുവിധമായി, പിന്നെ ഇനി ഏതാ തേർഡ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ നോക്കിയിട്ടില്ല, തേർഡ് ചാപ്റ്റർ നോക്കി, ഫോർത്ത് ചാപ്റ്റർ നോക്കി, ഫിഫ്ത്ത് അല്ലേ ഈ ചാപ്റ്റർ, ഇതിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം. സിക്സ്ത് ഇക്വിലിബ്രിയം ആണ്. സിക്സ്ത് ഇക്വിലിബ്രിയം വെച്ചാൽ ഇക്വിലിബ്രിയം എനിക്ക് കുറച്ചൊക്കെ അറിയാം, പിന്നെ റിഡോക്സ് എനിക്കറിയാം, പിന്നെ ഏതുള്ള തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, പിന്നെ വേറെ ഏതോ ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട് അവിടെ. അയ്യോ വയ്യാണ്ട് അവിടെ. ഓക്കെ, ഇത് മിക്കവാറും വരും കേട്ടോ, ഐസോതെർമലും ഐസോബാറിക്കും ഐസോകോറിക്കും. ഫ്രീ എക്സ്പാൻഷൻ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ടു വാക്വം ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ ടു വാക്വം P external is equal to 0. Expansion of a gas into vacuum is called free expansion. എന്താണ് ഫ്രീ എക്സ്പാൻഷൻ? ഓക്കെ, ഇനി തെർമോഡൈനാമിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ T is equal to 0, ഡെൽറ്റ V is equal to 0. ഐസോതെർമൽ പ്രോസസ്സിന് ഡെൽറ്റ T is equal to 0, ഡെൽറ്റ T is equal to 0, ഡെൽറ്റ U is equal to 0. ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ പ്രഷറാണ്, സോ കോൺസ്റ്റൻറ്റ് പ്രഷർ, ഡെൽറ്റ P is equal to 0. ഐസോകോറിക് പ്രോസസ്സിൽ കോൺസ്റ്റൻറ്റ് കോറിക്കിൽ വോളിയം, ഐസോകോറിക്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം, ഡെൽറ്റ V is equal to 0, സോ P ഡെൽറ്റ V is equal to 0, വർക്ക് ഡൺ is equal to 0. അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് ഹീറ്റ് എനർജി, ഹിയർ നോ heat enters into or leaves from the system. Process occurs at constant heat energy. അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഹീറ്റ് എനർജി. അപ്പോൾ ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ഐസോബാറിക് എന്ന് പറയുന്നത് ഐസോബാറിക് പ്രഷർ കോൺസ്റ്റൻറ്റ്, ഐസോകോറിക് വോളിയം കോൺസ്റ്റൻറ്റ്. അഡിയാബാറ്റിക് പ്രോസസ്, ദ പ്രോസസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് എനർജി, ഹിയർ നോ ഹീറ്റ് എനർജി എൻറ്റേഴ്സ് ഇൻ ടു ഓർ ലീവ്സ് ഫ്രം ദ സിസ്റ്റം. No heat absorbed or released from the system. cyclic process എന്ന് പറയുന്നത് ഡെൽറ്റ U is equal to 0, ഡെൽറ്റ H is equal to 0, ഡെൽറ്റ U is equal to 0, ഡെൽറ്റ H equal to 0. Cyclic manner undergoes series of changes and finally returns into the initial state. Undergoes series of changes and finally returns into its initial stage. Enthalpy H state function ആണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം, എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ H ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം. സം ഓഫ് ദ ഇന്റേർണൽ എനർജി and the pressure volume energy of the system. Sum of the
internal energy U and pressure volume energy of the system. U internal energy, pressure volume energy of the system. Okay. Delta H is equal to U plus PV. Delta H is equal to delta U plus P delta V. P delta V എന്താണ്? Delta H is equal to delta U plus delta nRT. Delta N is equal to NP minus NR, number of products minus number of reactant. അപ്പോൾ delta H is equal to U plus internal energy and pressure volume energy PV, P delta V. Delta H is equal to U plus delta nRT. Delta N എന്ന് പറയുന്നത് N products minus N reactants. Okay. Measurement of delta U and delta H. Calorimetry. Energy changes associated with chemical or physical process by an experimental or technical or calorimetry. Energy changes associated with chemical or physical process. Energy changes associated with chemical and physical process by an experimental technique is called. Energy changes associated with the chemical or physical process. Energy changes associated with the chemical and physical process by an experimental technique called calorimetry. In calorimetry, the process is carried out in a vessel or in calorimetry. The process is carried out in a vessel called calorimeter. Yes, calorimeter. Delta U is measured in bomb calorimeter. Delta U is measured in bomb calorimeter. Delta U is measured using bomb calorimeter. ഇനി എന്താണ് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി? സി പിയും സി വി. സി എന്ന് പറയുന്നത് സി ഹീറ്റ് കപ്പാസിറ്റി, ദെൻ ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി, കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി സി ഇസ് ഇക്വൽ ടു ഹീറ്റ് ബൈ ക്യൂ ബൈ ഡെൽറ്റ ടി, ഹീറ്റ് ബൈ ടെമ്പറേച്ചർ. സി വി എന്ന് പറയുന്നത് ക്യൂ വി ബൈ ഡെൽറ്റ ടി. ക്യൂ വി എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ യു. ക്യൂ വി എന്ന് പറയുന്നത് യു ആണെന്ന് വിചാരിക്കുക. ക്യൂ വി യു വി ഡബ്ല്യു. സോ ക്യൂ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു, ക്യൂ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. അത് മനസ്സിലുറപ്പിച്ച് വയ്ക്കാം. എച്ച് പിയും യു വിയും. ഓക്കെ. ക്യൂ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു, ക്യൂ പി ഈസ് ഈക്വൽ ടു എച്ച് പി ഡെൽറ്റ എച്ച്. അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു ക്യൂ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സി എന്ന് പറയുന്നത് ക്യൂ ബൈ ടി ആണ്. സി വി ഇസ് ഇക്വൽ ടു ക്യൂ വി ബൈ ഡെൽറ്റ ടി. സി പി ഇസ് ഇക്വൽ ടു ക്യൂ പി ബൈ ഡെൽറ്റ ടി. ക്യൂ വി എന്ന് പറയുന്നത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. ക്യൂ പി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചു, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. Delta U plus P delta V. Delta H. Yes, delta H is equal to delta U plus P delta V. C is equal to Q by delta T. Q is equal to C delta T. Okay. അപ്പോൾ Q V is equal to CV delta T, that is delta U. QP is equal to CP delta T, that is delta H. അപ്പോൾ എന്തൊക്കെയായി? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താ? സി പി ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറയുന്നത് സി വി ഡെൽറ്റ ടി പ്ലസ് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഫോർ 1 മോള് പി വി ഇസ് ഈക്വൽ ടു ആർ ടി. പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ആർ ഡെൽറ്റ ടി. അപ്പോൾ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ആർ ഡെൽറ്റ ടി. സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. സോ ആർ ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഈ ഡെറിവേഷൻ വരുന്നുണ്ട്, ഇടയ്ക്ക് ചോദിക്കാറുണ്ട് തോന്നുന്നു. എഴുപത്തെട്ടുണ്ട് ലാപ്ലേസ്. അറുപത്തെട്ടും 72.
72. Thermodynamics ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് റിലേഷൻ കണക്ടിങ് സി പി ആൻഡ് സി വി എന്ന് പറയുന്നത്? സി ഇസ് ഇക്വൾ ടു ക്യൂ ഡെൽറ്റ ടി, സി വി ഇസ് ഇക്വൾ ടു ക്യൂ വി ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. സി പി ഇസ് ഇക്വൾ ടു ക്യൂ പി ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എച്ച് എന്താ? ഡെൽറ്റ എച്ച് ഇസ് ഇക്വൾ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൾ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൾ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൾ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ക്യൂ പി ഇസ് ഇക്വൾ ടു സി പി ഡെൽറ്റ ടി. സി പി ഡെൽറ്റ ടി ആണ് ഡെൽറ്റ എച്ച്, സി വി ഡെൽറ്റ ടി ആണ് ഡെൽറ്റ യു. ഓക്കെ 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 സി പി ഡെൽറ്റ ടി ആണ് എച്ച് പി. സി പി ഡെൽറ്റ ടി ഇസ് ഇക്വൾ ടു ഡെൽറ്റ എച്ച്, സി വി ഡെൽറ്റ ടി ഇസ് ഇക്വൾ ടു ഡെൽറ്റ യു. സോ ഡെൽറ്റ എച്ച് സി പി ഡെൽറ്റ ടി, ഡെൽറ്റ യു എന്ന് പറയുന്നത് സി വി ഡെൽറ്റ ടി. പി വി ഇസ് ഇക്വൾ ടു എൻ, പി ഡെൽറ്റ വിയുടെ പി വി ഇസ് ഇക്വൾ ടു എൻ ആർ ടി. പി വി ഇസ് ഇക്വൾ ടു ഫോർ വൺ മോളിന് ആർ ടി. സോ പി ഡെൽറ്റ വി ഇസ് ഇക്വൾ ടു ആർ ഡെൽറ്റ ടി. സോ ആർ ഡെൽറ്റ ടി എല്ലാത്തിലും ഇട്ട് കഴിഞ്ഞാൽ സി പി ഇസ് ഇക്വൾ ടു സി വി പ്ലസ് ആർ, സി പി മൈനസ് സി വി ഇസ് ഇക്വൾ ടു ആർ. ശരി. Hess's law of constant summation. N2 plus O4 plus 3 CO gives N2O plus 3 CO2. CO-ൻ്റെ ഇത് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, CO-ൻ്റെ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടാവും, CO2-ൻ്റെ വാല്യൂ തന്നു, N2O-ൻ്റെ വാല്യൂ തന്നു, N2O4-ൻ്റെ വാല്യൂ തന്നു. ഓക്കെ, ഡെൽറ്റ ആർ എച്ച് ഇസ് ഇക്വൾ ടു ഡെൽറ്റ എഫ് എച്ച്, അയ്യോ ഇതിനൊക്കെ എന്തോ പറയും, enthalpy of formation. Yes, enthalpy of formation of N2O plus 3 enthalpy formation of ഇവിടെ 3 ഉണ്ടാവും CO. enthalpy of formation of CO മൈനസ് ഇനി enthalpy of formation of N2O4 ഇതാ. അപ്പോൾ ഏതൊക്കെ ചെയ്ത N2Oയും CO2 ഇത് പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ്. അപ്പോൾ enthalpy of formation of N2O, enthalpy of formation of അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക CO2 മൈനസ് enthalpy of formation of N2O4 പ്ലസ് enthalpy of formation of 3 enthalpy of formation of CO. എന്നിട്ട് ഇത് രണ്ടും ചെയ്യുക കിലോ ജൂൾ പെർ മോൾ കിട്ടും. ശരി. ഡെൽറ്റ പി enthalpy of formation of product minus enthalpy of formation of reactant. Delta enthalpy of formation of reaction. Thermodynamics, yeah, thermodynamics ആണ്. അപ്പോൾ Hess's law of constant summation കിട്ടി. The total energy change for a physical or chemical process is the same whether the reaction takes place in single step or several steps. ഇനി എന്താണ് Hess's law of constant summation? ഞാനിവിടെ എഴുതിയെന്ന് തോന്നുന്നു. Hess's law. The law states that the total enthalpy change for a physical or chemical process is the same whether the reaction taking place in a single step or the several step. The law states that the total enthalpy change for a physical or a chemical process, or the law states that the total enthalpy change for a physical or chemical process in the same process is the same. Law states that the total enthalpy change for a physical and a chemical process is the same whether the reaction taking place the law states that the total enthalpy change for a physical or chemical process is the same whether the reaction takes place in several steps or a single step. Okay, delta H is equal to constant. Several ഇത് ഒറ്റ സ്റ്റെപ്പിൽ കൂടെ നടന്നാലും ഇതെല്ലാം കൂടി അതെ ഡെൽറ്റ എച്ച് ഇസ് ഇക്വൾ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. Born-Haber സൈക്കിൾ വന്നിട്ടാണ് അവ മോഡലിന്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വരും തോന്നുന്നത്. Born-Haber cycle. Okay,
Na plus half Cl2 gives NaCl. Na plus half Cl2 gives NaCl. Na plus half Cl2 gives NaCl. ഓർഗാനിക് കെമിസ്ട്രി നോക്കിയോ? ഓർഗാനിക് ചാപ്റ്റർ നോക്കിയോ? ഓർഗാനിക് കെമിസ്ട്രി നോക്കിയിട്ടില്ല. നല്ലതാ. ഷുവർ ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഷേപ്പ് ഓഫ് ദ ഡിഫറെൻറ്റ് പി ഓർബിറ്റൽസ്. ഞാൻ ഓരോ ചാപ്റ്റേഴ്സായിട്ട് നോക്കി നോക്കി വരണേ ഉള്ളൂ. ഇല്ല, ഓർഗാനിക് നോക്കിയിട്ടില്ല. ഓർഗാനിക് ഏറ്റവും അവസാനം നോക്കാനുള്ള പ്ലാനിലാണ്. കാരണം ഓർഗാനിക് നമ്മൾ ഇപ്പോൾ അടുത്താണല്ലോ പഠിച്ചത്. സോ അതിന് മുന്നേ ഓക്കെ. Na പ്ലസ് ഹാഫ് Cl2 അല്ലേ? Na പ്ലസ് ഹാഫ് Cl2 ഇസ് ഈക്വൽ ടു NaCl. Na പ്ലസ് ഹാഫ് Cl2 ഇസ് ഈക്വൽ ടു NaCl. Na പ്ലസ് ഹാഫ് Cl2 ഇസ് ഈക്വൽ ഗീവ്സ് NaCl. Where is my pen? Na പ്ലസ് ഹാഫ് Cl2 gives NaCl. ഓക്കെ. ഇനി എന്ത് എഴുതണം? ഇവിടുന്ന് ഇവിടെ താഴത്തേക്ക് Na പ്ലസ് എഴുതണം. ഇവിടുന്ന് ഇവിടെ Cl ആവും ആദ്യം. അത് കഴിഞ്ഞാൽ Cl മൈനസ് ആയി. ഇവിടെ Na ഉണ്ടല്ലോ, Na ഉണ്ട്. ഗ്യാസ്, ഇവിടെയും ഗ്യാസ്. അത് കഴിഞ്ഞ് Na പ്ലസും Cl മൈനസും കൂടി ഇവിടെ ഒന്നുകൂടി എഴുതിയിട്ട് Na പ്ലസ് ഹാഫ്. എന്തൊരു അത്ഭുതമായത്, എന്തൊരു അത്ഭുതമാ ദൈവം എന്നറിയില്ല. അരികിലയാൽ തരയും. മെസ്സി ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും. ഈ ഹാഫ് Cl2ൻ്റെ ഇത് എന്തോ ബാലൻസ് ആവാൻ വേണ്ടി ചെയ്യണം എന്തോ കാര്യമാണ്. നമ്മളിതെങ്ങനെ തന്നെ പഠിച്ച് ഇങ്ങനെ തന്നെ എഴുതാം. നോ മോർ എക്സ്പ്ലനേഷനൊന്നും പഠിക്കാനുള്ള സമയമില്ല നമുക്ക്. സോ നമ്മൾ ഇതിങ്ങനെ തന്നെ പഠിക്കാം. ഇവിടെ Na ഗ്യാസാവും. അത് കഴിഞ്ഞ് ഇവിടെ Na പ്ലസ് ആയി. Cl2 ഇവിടെ ഗ്യാസായി. Cl ഗ്യാസായി. അത് കഴിഞ്ഞ് ഇവിടെ Cl മൈനസ് ഗ്യാസ്. Na പ്ലസും Cl മൈനസ്. അത് കഴിഞ്ഞ് ഇവിടെ ഇത് പ്ലസ് ഇത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോയി. ഓക്കെ. ഇനി ഇവിടെയൊക്കെ എന്താ സംഭവങ്ങൾ എഴുതാണ്ട് ഒരു വട്ടോട്ടി വരയ്ക്കൂ. Na പ്ലസ് ഹാഫ് Cl2 gives NaCl. കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? യെസ്, കൃപാസനത്തിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ Na, ഇവിടെ Cl, ഇനി ഇവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ Na പ്ലസ് Cl മൈനസ്. ഇത് രണ്ടും കൂടി കൂട്ടി ഇവിടേക്ക് വരും. ഓക്കെ. ഇനി ഇവിടെ എന്തൊക്കെയുള്ളത്? ഡെൽറ്റ എച്ച്, എല്ലായിടത്തും ഡെൽറ്റ എച്ച് അല്ലേ? ഓക്കെ. സബ്ലിമേഷൻ ഐ എന്തായിരുന്നു? ഐ ഒന്നും എന്താണെന്ന് പറഞ്ഞില്ല. ഐ എന്തായിരുന്നു? ഡെൽറ്റ സബ്ലിമേഷൻ ഇൻറ്റേർണൽ എന്തോ ആണെന്ന് തോന്നുന്നു. സബ്ലിമേഷൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ലാറ്റിസ് എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പി, ഹാഫ് ബോണ്ട് എൻതാൽപ്പി. ഓക്കെ. ആദ്യം സബ്ലിമേഷൻ, ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ. ഇവിടെ ഡെൽറ്റ ഐ എച്ച്, എസ് ഐ ഹോൾ മാർക്കിന് ആലോചിക്കുക. ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ, ഡെൽറ്റ എച്ച് ഐ ഇ. ഇനി എന്താ? ഹാഫ് ഡെൽറ്റ ബോണ്ട് എച്ച്, ഹാഫ് ഡെൽറ്റ ബോണ്ട് എച്ച് എൻതാൽപ്പി, ബോണ്ട് എച്ച്. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എച്ച്. ഇനി ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ. അപ്പോൾ എന്താ? സബ്ലിമേഷൻ ഐ എന്തായിരുന്നു എന്ന് ഓർമ്മയില്ല.
ഐ. ഓക്കെ, ഇവിടെ ബോണ്ട് എൻതാൽപ്പി, ഇവിടെ എന്തായിരുന്നു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ലാറ്റിസ് എൻതാൽപ്പി, സബ്ലിമേഷൻ എൻതാൽപ്പി, ഐ എൻതാൽപ്പി, പിന്നെ മുകളിൽ ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, മുകളിൽ ഡെൽറ്റ ബോണ്ട് എൻതാൽപ്പി, ലാറ്റിസ് എൻതാൽപ്പി. ഞാൻ കേട്ടിട്ടുണ്ട്, കൃപാസനത്തിൽ പോയിട്ടുണ്ട്. ആ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലേ, എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, റീലിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇനി എന്തൊക്കെ പഠിക്കാനുള്ള സൈക്കിൾ പഠിച്ചു. This law states that the total enthalpy change or a physical chemical process is same whether the reaction takes place in single step or several step. Okay. ഇനി അടുത്തത് ഇവിടെ enthalpy, entropy. Second law of thermodynamics. Entropy of the universe. Entropy of the universe increases in the for a spontaneous process. Entropy of the universe increases. ഇത് മതി. For a spontaneous process, entropy of the universe increases. Second law of thermodynamics. For a spontaneous process, entropy of the universe increases. Second law of thermodynamics. For a spontaneous process, entropy of the organic first chapter important ഏതാ? ആകെ 2 ചാപ്റ്ററിലേ ഉള്ളൂ. ആ 2 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റാ. അത് എൻ്റെ അടുത്ത്. ഓക്കെ, പേപ്പറിൽ ഹെസസ് ലോ ചോദിക്കും. ആ മോഡലിന് വന്നിട്ടുണ്ട്, ഹെസസ് ലോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ എന്തോ കണ്ടു. ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ്. ശരി. ഇനി തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ എൻട്രോപ്പി ഓഫ് എനി പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അപ്രോച്ചസ് സീറോ ആസ് ദ ടെമ്പറേച്ചർ അപ്രോച്ചസ് ദ ആബ്സല്യൂട്ട് സീറോ. Zero. Third law of thermodynamics states that the entropy of any pure crystalline substance approaches zero. States that third law of thermodynamics states that the entropy of any pure crystalline substance approaches zero as the temperature approaches the absolute zero. Egypt's energy law. നല്ലൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് ടോട്ടൽ ഹീറ്റ് ഫോർമേഷൻ. അറിയാലോ, പഠിച്ചു വെച്ചോ. മോഡൽ എക്സാമിന് ചോദിച്ചു. ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്സ്. Total enthalpy change for a reaction taking place in single is same for it is taking place in single step or several reaction step. Is same whether the reaction taking place in single step or several step. എന്നിട്ട് ചോദിക്കണം, ഇത് ശ്രദ്ധിച്ചോ, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. Calculate enthalpy of reaction for the formation of +1 എത്ര മാർക്ക്? +1 കെമിസ്ട്രിക്ക് 70 മാർക്കുള്ളൂ. 70 and CO2 as per the reaction. അതായത് calculate enthalpy of reaction for the formation. N2O ഫോം ചെയ്തു, CO2 ഫോം ചെയ്തു. സാറിന് മുമ്പ് ട്രിക്ക് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോമേഷൻ എൻതാൽപ്പി ഓരോരുത്തരത് തന്നിട്ടുണ്ടെങ്കിൽ സംഭവം സിമ്പിൾ. നമ്മൾ ഇക്വേഷൻ എടുത്തിരുന്നു. N2O4 + 3CO gives N2O + 3CO2. റിയാക്ടന്റ് മൈനസ് പ്രൊഡക്റ്റ്. എന്നിട്ട് നമ്മൾ 0. അപ്പോൾ എത്ര N2 and O? മനസ്സിലാവാത്ത പ്രശ്നമല്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഡ്രോ ദി എൻതാൽപ്പി ഡയഗ്രം ഫോർ X. മക്കളെ, ഓരോരുത്തരുടെ വാല്യൂ നമുക്ക് ഫോമേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോട്ടൽ റിയാക്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ചെയ്താൽ മതി. പ്രൊഡക്റ്റത്തെ വാല്യൂകൾ തമ്മിൽ കൂട്ടുക. ഈ രണ്ട് വാല്യൂകൾ തമ്മിൽ കൂട്ടുക. ഇത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആണ് മൈനസ്. ഇതിൽ മനസ്സിലാവാത്ത പ്രശ്നമല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടി. ഡ്രോ ദി എൻതാൽപ്പി ഡയഗ്രം ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. എൻതാൽപ്പി ഡയഗ്രം വരയ്ക്കാൻ നമുക്ക് ചെയ്യാം. ഇത് മനസ്സിലായോ? പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആവുക. അങ്ങനെയാണെങ്കിൽ മക്കളെ എക്സോതെർമിക് റിയാക്ഷൻ വെരി സിമ്പിൾ. Y ആക്സിസും X ആക്സിസും വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അറിയാം, എക്സോതെർമിക് ആണ്, ഹീറ്റ് പുറത്തു പോവാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ റിയാക്ടന്റിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഗ്രാഫ് ഇങ്ങനെ വരച്ച് പ്രൊഡക്റ്റിന്റെ വാല്യൂ താഴ്ത്തു കൊടുക്കുക. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ടന്റിനേക്കാൾ പ്രൊഡക്റ്റിന് എനർജി കുറവാണ്. അപ്പോഴാണ് എക്സോ എനർജി പുറത്തു പോകണം. റിയാക്ടന്റിന് 15 എനർജിയാണ്, പ്രൊഡക്റ്റിന് 5 എനർജി. അപ്പൊ 15 എനർജിയുള്ള റിയാക്ടന്റിന് 5 ആണെങ്കിൽ 10 എനർജി പുറത്തു പോകണ്ടേ? അതുകൊണ്ടാണ് എക്സോ അങ്ങനെ കിട്ടിയോ. അങ്ങനെ ഈ 15 എനർജിയുള്ള റിയാക്ടറിനെ ആദ്യം ഇത്രയും എനർജി കിട്ടിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എനർജിയാണ് ആക്ടിവേഷൻ എനർജി. സോ
ഇവിടെ നമ്മൾ ഇത്രയും ആവാൻ വേണ്ടി 15 ഇത്രയും ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ആക്ടിവേഷൻ. സോ മനസ്സിലാക്കി ഇവിടെ എനർജിയാണ് എടുക്കുന്നത് മുകളിലോട്ട് പോകുന്നതോറും ഡിറ്റക്ഷനിലും എസ്റ്റിമേഷനിലും ഇമ്പോർട്ടൻ്റ് ഏതാ ദീപ ജോർജ് ഏതാ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. എനർജി കൂടും, പക്ഷെ എനിക്ക് അല്ലാതൊന്നും ഓർമ്മയില്ല. ഞാൻ ഓരോന്ന് തട്ടി പൊടി എടുക്കണുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ ഉള്ള വല്ല പോർഷനാവും, എനിക്ക് ഓർമ്മയില്ല. എസ്റ്റിമേഷൻ ഡിറ്റക്ഷൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യമായിട്ട്. ആദ്യം ഹൈ എനർജിയിൽ വെച്ചിട്ട് പിന്നെ പ്രൊഡക്റ്റ് ആകും. ഇവിടെ റിയാക്ഷൻ കോർഡിനേറ്റ്സ് എന്ന് കൊടുത്താൽ ഇനി ഇത് എൻഡോതെർമിക് ആണ് നിങ്ങളോട് വരക്കാൻ ചോദിച്ചെങ്കിലും ഇങ്ങനെ വരച്ചാൽ അത് അങ്ങനെ വരയ്ക്കാനുള്ള കാരണം എൻഡോതെർമിക് ആകുമ്പോൾ മക്കളെ വെരി സിമ്പിൾ. റിയാക്ടന്റിന്റെ എനർജിയും പ്രൊഡക്റ്റിന്റെ എനർജിയും തമ്മിൽ വ്യത്യാസം. റിയാക്ടന്റിന് കുറവ്, റിയാക്ടന്റ് 5 വിചാരിച്ചു, പ്രൊഡക്റ്റിന് 15 വിചാരിച്ചു. അപ്പം റിയാക്ടന്റിന് 5 എനർജിയേ ഉള്ളൂ, പ്രൊഡക്റ്റിനെ 15 എനർജിയിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് എനർജി അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇത് എൻഡോതെർമിക്. ട്രിക്ക് സിമ്പിൾ അല്ലേ? റിയാക്ടന്റിന് എനർജി കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ എൻഡോ, റിയാക്ടന്റിനേക്കാൾ എനർജി കുറക്കണമെങ്കിൽ എക്സോ. ഓർഗാനിക് ആണ്. ഞാൻ ഓർഗാനിക് നോക്കിയിട്ടില്ല +1 ഒന്ന് നോക്കണം. നാളത്തെ പേപ്പർ സിമ്പിളാണെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനം. അതെ, മെസ്സി പേപ്പർ ഇടണം. ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരച്ചോളൂ. റെഡി? എൻഡോതെർമിക്കിന്റെയും എക്സോതെർമിക്കിന്റെയും ഗ്രാഫ് വരയ്ക്കാൻ സിമ്പിൾ ആയിട്ട്. എക്സോതെർമിക്കിൽ റിയാക്ടന്റ് വന്ന് പ്രൊഡക്റ്റ് സ്ലോലി ആവണത്. എൻഡോതെർമിക്കിൽ റിയാക്ട് വന്ന് പ്രൊഡക്റ്റ് മുകളിലാവണം അല്ലേ? ഒരു assertion reason question. Second question. In the following question is statement of assertion. Assertion ഇതാണ്: a liquid crystallizes into solid. ഒരു ലിക്വിഡ് സോളിഡ് ആയിട്ട് ക്രിസ്റ്റൽ ആവുന്നു and is accompanied by decrease in entropy. അപ്പോൾ എൻട്രോപ്പി ഇങ്ങനെ കുറയുന്നു. ലിക്വിഡ് ക്രിസ്റ്റലൈന് ലിക്വിഡ് സോളിഡ് ആവുമ്പോൾ എൻട്രോപ്പി കുറയണം. യെസ്, ലിക്വിഡ് സോളിഡ് ആവുന്നു, ആ ലിക്വിഡ് സോളിഡ് ആവുമ്പോൾ എൻട്രോപ്പി കുറയുന്നു. കറക്റ്റ് ആണ്, അസേഷൻ കറക്റ്റ് ആണ്. ലിക്വിഡ് സോളിഡ് ആവുമ്പോൾ എൻട്രോപ്പി കുറയും. ഈ ക്രിസ്റ്റൽസ് മോളിക്യൂൾസ് ഓർഗനൈസ് ഇൻ ആൻ ഓർഡർ മാനർ. അങ്ങനെ കുറയാനുള്ള കാരണം ക്രിസ്റ്റൽ ആകുമ്പോൾ ആ ലിക്വിഡ് ക്രിസ്റ്റൽ സോളിഡ് ആകുമ്പോൾ മോളിക്യൂൾസ് ഓർഗനൈസ് ഇൻ ആൻ ഓർഡേർഡ് മാനർ. മോളിക്യൂൾസ് കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ നിൽക്കും. മക്കളൊന്ന് പറയാം അസേഷൻ റീസണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. A ആണ് ഓപ്ഷൻ. ബോത്ത് A and R are correct. Are true and R is the correct explanation of A ആണോ B ആണോ പറഞ്ഞേ മക്കളെ. ഇതിൽ A ആണ് ആൻസർ. ക്രിസ്റ്റലൈസ് സോളിഡ് ആവും, അപ്പോൾ എൻട്രോപ്പി കുറയും ആദ്യം. രണ്ടാമത് പറഞ്ഞ എൻട്രോപ്പി കുറയാനുള്ള കാരണം മോളിക്യൂൾസ് ഒക്കെ ഒരു ഓർഡേർഡ് മാനറിൽ നിൽക്കും. അതല്ലല്ലോ. യെസ്, ഫസ്റ്റ് വൺ തന്നെയാണ് കറക്റ്റ്. എയും ആറും കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ മക്കളെ. സെറ്റ്. നമുക്കൊരു അഡിയാബാറ്റിക് പ്രോസസ് എന്ത് പറയുന്നു നോക്കാം. മാച്ച് ദ ഫോളോയിങ്. അഡിയാബാറ്റിക് മക്കളെ, അഡിയാബാറ്റിക് എന്ന് കേൾക്കുമ്പോൾ അഡിയാബാറ്റിക് എന്ന് കേൾക്കുമ്പോൾ അവിടെ Q0, ഹീറ്റ് 0. അഡിയാബാറ്റിക് എന്ന് കേൾക്കുന്നുണ്ടോ? ഹീറ്റ് 0. നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. വേറൊരു ഡൗട്ടും വേണ്ട. അഡിയാബാറ്റിക് ഹീറ്റ് 0, അഡിയാബാറ്റിക് ഹീറ്റ് 0, അഡിയാബാറ്റിക് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് Q equal to 0. കീർത്തന ഹായ് ഹലോ കീർത്തന കാർത്തി ഹായ്. അഡിയാബാറ്റിക് എന്ന് പറയുന്നത് Q0 നെ കുറിച്ചാണ്. ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുന്നില്ല. ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ എക്സ്റ്റേണൽ പ്രഷർ 0. പുറത്തുനിന്ന് പ്രഷർ കൊടുക്കാണ്ട് നടക്കുന്ന എക്സ്പാൻഷനെയാണ് ഫ്രീ എക്സ്പാൻഷൻ. എന്തൊക്കെ ടോപ്പിക്കാ പഠിക്കുന്നത്? ഡെൽറ്റ എച്ച് സിഗൽ ക്യൂ, ഡെൽറ്റ യു ക്യൂ വി. അത് വരായിട്ട് കുറച്ച് പ്രയാസമായിരുന്നു കുറെ കാലത്തിന്. ഡെൽറ്റ യു ക്യൂ വി, ഡെൽറ്റ എച്ച് ക്യൂ വി, ഡെൽറ്റ യു ക്യൂ വി, ഡെൽറ്റ എച്ച് ക്യൂ വി. ഇന്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് എക്സ്റ്റൻസീവ്. ഇന്റൻസീവ് എന്ന് പറയുന്നത് എൻട്രോപ്പി. സോ നമ്മൾ പറയുന്നത് ഡെൽറ്റ എച്ച് ക്യൂ ഈക്വൽ ആണ് കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും. കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും. ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇതിലേതാ ഇന്റൻസീവ് പ്രോപ്പർട്ടി? എൻട്രോപ്പി അല്ലേ? ഇന്റൻസീവ് അല്ലല്ലേ? സ്പെസിഫിക് എക്സ്റ്റൻസീവ് ആണ് പാഠത്തിലുള്ളതെല്ലാതും. എക്സ്റ്റൻസീവ് ആണ് പാഠത്തിലുള്ള എല്ലാ സംഭവങ്ങളും. ഇന്റൻസീവ് ബാക്കിയുള്ളത്. പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി. സ്പെസിഫിക് എന്ന് പറയുന്നത് മോളാർ എന്ന് പറയുന്ന ഏതും സ്പെസിഫിക് എന്ന ടേമിന് മുമ്പിലുണ്ടെങ്കിൽ, മോളാർ എന്ന ടേമിന് മുമ്പിലുണ്ടെങ്കിൽ അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ക്ലിയർ മക്കളെ? മാത്സ് നമ്മൾ കൃത്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മക്കളെ. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? Energy can neither be created nor be destroyed. Total energy of an isolated system is always constant. അങ്ങനെയും പറയാം. Total energy of an isolated system is always constant.
ചോദ്യം ഇതാണ്, express the change in internal energy of a system when no heat is absorbed by a system from the surrounding but work is ബൈ done ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, ഓൺ ദ സിസ്റ്റം on the പോസിറ്റീവ്. system. What type of what does the system have? ആദ്യം express the change ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ നെഗറ്റീവായി വർക്ക് ഡൺ. ഓൺ ദ സിസ്റ്റം എന്ന് in പറയുമ്പോൾ internal പോസിറ്റീവ്. energy. ഞാൻ പറഞ്ഞ ടേം സെക്കൻഡ് ടേം നല്ല കുറച്ച് അധികമാണ്. അസേഷൻ ഡെൽറ്റ റീസൺ ഉണ്ടാവുന്നത് ഞാൻ തൊട്ട് മുമ്പ് ഡെൽറ്റ ചെയ്ത യു ടേം ഇസ് സെക്കൻഡ് ടു ഏതാണ് ടേം 2 ക്വസ്റ്റ്യൻസ് ആണ്. അധികം നല്ല എക്സ്പ്രസ് ദ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചേഞ്ച് ഇൻ So ഇന്റേണൽ എനർജി express the ഡെൽറ്റ യു. change in internal energy. Delta U equal to Q plus W അല്ലേ? എന്നിട്ട് അവര് പറഞ്ഞത് എന്താ അറിയോ? When no heat is absorbed, heat absorb ചെയ്യുന്നില്ല, അപ്പൊ heat zero. And work done on the system. ഓൺ ദ സിസ്റ്റം ആകുമ്പോൾ പോസിറ്റീവ് വർക്ക് ഡൺ. ഡെൽറ്റ യു വർക്ക് ഡൺ നെഗറ്റീവ് എപ്പോഴാണ് ഓൺ ദ സിസ്റ്റം, ഇത് ഓൺ ദ സിസ്റ്റം ബൈ ദ സിസ്റ്റം. W plus W തന്നെ മൈനസ് അല്ല പ്ലസ് തന്നെ. So delta U equal to W എന്ന് എഴുതി. So express the change in energy delta U equal to W. അത് വിളിച്ചു. അടുത്തത് but work is done on the system. What type of work does the system have? എടാ മക്കളെ, ഈ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് പുറത്തേക്ക് പോകുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ലെങ്കിൽ അത് അഡയബാറ്റിക്. അപ്പോൾ വാളിന്റെ പേര് അഡയബാറ്റിക് വാൾ. വാളിന്റെ പേര് Q അഡയബാറ്റിക്. = 0 അഡിയബാറ്റിക് Q = 0. ഹീറ്റ് ഉള്ളിലേക്കോ പുറത്തേക്കോ ഒന്ന് കയറിയെങ്കിൽ അത് അഡയബാറ്റിക്. അയ്യോ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3 കൂടെ പിടിച്ചിരുന്നു. ഇവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ആ ഇരിക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ തന്നെ മനസ്സിലാവും. ഞാൻ ഓരോരുത്തരും ഫോർമേഷൻ CH3OH ഫോർമേഷന്റെ റിയാക്ഷൻ എഴുതാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3 എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 1 മോൾ CH3 ഫോം ചെയ്യുന്നു. സോ 1 മോൾ CH3OH ഫോം ചെയ്യുന്നു. എവിടുന്നാ ഇത് ഫോം ചെയ്യേണ്ടത്? ഇതിന്റെ തന്നെ എലമെന്റിൽ നിന്ന്. അപ്പൊ മോളെ സി എന്ന് ഇവിടെ എഴുതണം, എച്ച് എന്ന് ഇവിടെ എഴുതണം, ഓ എന്ന് ഇവിടെ എഴുതണം. കാരണം ഇതിലുള്ള എലമെന്റ്സ് ഒക്കെ എലമെന്റ്സ് ആക്കി തന്നെ എഴുതണം. മോളിക്കൂൾ ആക്കി എഴുതണം, കോമ്പൗണ്ട് ആക്കി എഴുതണം. എത്ര സി അല്ല സോറി, ഇനി ആദ്യം അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് കാണിക്കണം. കാർബണിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് കാർബൺ സോളിഡ് തന്നെ. എച്ചിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് H2 ഗ്യാസ് തന്നെ. ഇവിടെ നോക്കിയിട്ട് എണ്ണം കൊടുക്കരുത്, ഇതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് മാത്രം നോക്കിയാൽ മതി, എവിടെയും നോക്കരുത്. ഓക്സിജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് O2 ഗ്യാസ് തന്നെ. ദെൻ ബാലൻസ് ചെയ്യാൻ പോവാണ്. എത്ര H? 3 1 4 H, അപ്പൊ 2H2. എത്ര O2? ഇവിടെ ഒരു O, ഇവിടെ O2, അപ്പൊ ഹാഫ് O2. കാരണം ഇവിടെ ഒരു നമ്പർ കൊടുക്കാൻ പറ്റില്ല, മണ്ണ് കൊടുക്കാൻ പറ്റില്ല, മണ്ണായിരിക്കണം. ഇവിടെ ഇനി വേറെ നമ്പർ കൊടുക്കാൻ പറ്റൂല. ഞാനാണോ എന്റെ സ്ഥലം ചോദിച്ചു. സോ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായോ? C plus 2H2 plus half O2 CH3OH. What a beautiful chemistry. എന്ത് രസമുണ്ട്. ഇനി നിങ്ങളോട് പറയുന്നത് ഈ ഇക്വേഷന്റെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനാണ്. ഡെൽറ്റ എഫ് എച്ച് ഇതിന്റെ ഫോർമേഷൻ തൽപ്പി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 3 ഇക്വേഷൻ തന്നിട്ട് ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ എന്നും ഇതിന്റെ രണ്ടാമത്തെ ഇക്വേഷനും സ്വാഭാവികമായിട്ട് ഇതിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചാൽ CH3OH plus half O2 CH3OH plus half O2 CO2 2H2 delta 2H2 ഇത് ഈ ഇക്വേഷനിൽ ആവശ്യമുള്ള CH3OH എനിക്ക്, പക്ഷെ ഈ CH3OH ഇവിടെ റിയാക്ടന്റ് സൈഡിലാണ്. ഈ CH3OH പ്രൊഡക്ഷൻ വരുത്താം. സോ എനിക്ക് ഈ ഇക്വേഷൻ പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉള്ള ഇക്വേഷനെ തിരിച്ചിടണം. സോ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ നിങ്ങളുടെ പെർമിഷനോടുകൂടി റിവേഴ്സ് ചെയ്തത് തിരിച്ചിടും. റെഡി? അങ്ങനെ തിരിച്ചിടുമ്പോ മക്കളെ ഒന്ന് പറയണ മക്കളെ, ഇക്വേഷൻ തിരിച്ചിടുമ്പോ പറഞ്ഞോ. CO2 plus 2H2O ഓക്കെ gives CH3OH plus 3/2O2 എന്ന് കിട്ടും. സെറ്റ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതും തിരിയും, ഇതിന്റെ ഡെൽറ്റ എച്ച് വാല്യൂയും തിരിയും. ഡെൽറ്റ എച്ച് -726 എന്നുള്ളത് +726 kJ/mol എന്നാവും. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? രണ്ടാമത്തെ ഇക്വേഷനിൽ എനിക്ക് വേണ്ട എന്താണത്? കാർബൺ ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷനിൽ എനിക്കുള്ള കാർബൺ ഉണ്ട്, അത് ഓൾറെഡി അവിടെ തന്നെയാണ് വേണ്ടത്. എനിക്കും വേണ്ടത് റിയാക്ടന്റ് സൈഡിൽ എനിക്ക് കാർബൺ വേണം, ഇവിടെ കാർബൺ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ അതുപോലെ എടുത്ത് എഴുതുന്നു. C plus O2 സോ വാല്യൂ അതുപോലെ എടുത്തു. -393. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? മക്കൾ ഇനി എനിക്ക് വേണ്ടത് 2H2 ആണ്. 2H2 എവിടെയെങ്കിലും ഉണ്ടോ? ഇതിൽ H2 2 ഇല്ല, അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ. സോ മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ. എന്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2H2 ആവും. സോ 2H2 plus 2/2O2 gives 2H2. സ്വാഭാവികമായിട്ടും ഡെൽറ്റ എച്ച് വാല്യൂ 2 into -286. മക്കളെ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങളിപ്പം ആവശ്യമുള്ള റീഅറേഞ്ച്മെന്റ് ഒക്കെ വരുത്തി ഇതിനെ തിരിച്ചിട്ടും ഇതിനെ അതുപോലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
definitely you will get this equation. And also ഇതാണ് ഇതിന്റെ ആൻസർ. സിമ്പിൾ. ഇതാണ് ഹെസ്സസ് ലോയുടെ ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഹെസ്സസ് ലോയുടെ ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. 393 മക്കളെ യെസ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ തിങ്ക് 726 മൈനസ് 2 ഇൻറ്റു മൈനസ് -239 ഏകദേശം അത്ര കിട്ടും. -239 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ റെഡി. 346 അല്ല -230 അങ്ങനെ തോന്നുന്നു. 346 ഇവിടെ എന്താ ഫൈൻ ഫ്രീ എനർജി ഡിഫൈൻ ചെയ്തോ. എന്താണ് എൻട്രോപ്പി? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് of the system. എത്രത്തോളം ഡിസോർഡർ ആയി എന്നുള്ളതിന്റെ അളവ്. നിങ്ങൾ റൂമിൽ കയറി പുറത്തിറങ്ങി കുറച്ച് നേരം പുറത്തിറങ്ങി, അപ്പൊ റൂം എത്രത്തോളം ഡിസോർഡർ ആയി അത് പറയാനില്ല. മാക്സിമം ഡിസോർഡർ ആയിട്ടും സോ എത്രത്തോളം ഡിസോർഡർ ആയി എന്നതിന്റെ അളവാണ് എൻട്രോപ്പി. നിങ്ങൾ അടുക്കളയിൽ കയറി ഇറങ്ങി അപ്പോഴേക്കും അടുക്കള തിരിച്ചു സോ അടുക്കള ഡിസോർഡർ ആയി, ആകെ ഡിസോർഡർ പോയിട്ട് പിന്നെ മൊത്തം ഡിസോർഡർ. അതാണ് എൻട്രോപ്പി. വാട്ട് ഈസ് ഫ്രീ എനർജി? It is the available energy to do a useful work. It is the maximum available energy to പോയിട്ടേ ഉള്ളൂ, പിന്നെ മൊത്തം ഡിസോർഡർ ആയി. അതാണ് എൻട്രോപ്പി. Then what is free energy? It is the available energy to do a useful work. It is the available energy to do the maximum available energy to do a useful work. ഒരു യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഫ്രീ എനർജി അതെന്താ സർ? ഇറ്റ്സ് available energy to do a useful work. It is the maximum available energy to do a useful work. ഒരു യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഫ്രീ എനർജി അതെന്താ സർ? അത് ഗിബ്സ് എനർജി ആണ് കേട്ടോ. ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജി എന്നാണ് കേട്ടോ. It is the maximum amount of available energy to do a useful work. Then മക്കളെ, which among the following is correct? എല്ലാ പാഠം പഠിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. സ്പോണ്ടേനിയസ് പ്രോസസ്സിന് താഴെ തന്നതിൽ ഏതാണ് കറക്റ്റ്? സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ എടാ മക്കളെ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ എസ് അല്ല നോക്കേണ്ടത്. ആൻസർ പറഞ്ഞേ ABCD നോക്കട്ടെ. Spontaneous process. Which among the following is correct for spontaneous process? സെക്കൻഡ് ടേബിൾ കുറച്ച് ചോദ്യങ്ങൾ കണ്ടോ? സെക്കൻഡ് ടേബിൾ കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്തൊരു രസകരമായ ചോദ്യങ്ങളാണ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. 0. കെമിക്കൽ ബോണ്ടിങ് അറിയാം, ഞാൻ പഠിച്ചു. ഒന്നുകൂടി പഠിക്കണ്ട, ഞാൻ വലിയ പെർഫെക്റ്റ് ആയെന്നല്ല ഞാൻ പറയണേ, ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇതാണ് ഹെസ്സസ് ലോ. Construct an enthalpy diagram എന്ന് പറഞ്ഞാൽ ആ ഡയഗ്രം സോഡിയം ക്ലോറൈഡ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ലോജിക് കിട്ടണം. എന്തിനാണ് കോണിയം സൈക്കിൾ? ഒരു കോമ്പൗണ്ട് ലാറ്റിസ് എന്താക്കി നമുക്ക് തിയററ്റിക്കലി കണ്ടുപിടിക്കാൻ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ തിയററ്റിക്കലി വാല്യൂ ഗേജ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് അയോണിക് അയോൺ ആക്കാൻ ഉപയോഗിക്കുന്ന എനർജി. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഡെഫിനിഷൻ പറഞ്ഞാൽ കേട്ടോ. ഡെഫിനിഷൻ കാണാൻ പറയാം. ബോൺ-ഹേബർ സൈക്കിൾ ആണ് ഇത്. ബോൺ-ഹേബർ സൈക്കിൾ മക്കളെ, ബോൺ-ഹേബർ സൈക്കിൾ പ്രകാരം അത് ഡിഫൈൻ ലാറ്റിസ് എന്താക്കി നമുക്കറിയാലോ. ലാറ്റിസ് എന്താക്കി പറഞ്ഞാൽ ഒന്നുകിൽ അയോണിക് കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഗേഷ്യസ് അയോൺ ആക്കാൻ ഉപയോഗിക്കുന്ന എനർജി. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഡെഫിനിഷൻ പറഞ്ഞാൽ കേട്ടോ. ഡെഫിനിഷൻ കാണാൻ പാഠം പഠിക്കുന്നത് നിർത്ത്, ഇത് എഴുതിയോ എന്നിട്ട് പഠിക്ക്. It is the conversion of amount of energy required to amount of energy required to convert amount of energy required to convert ionic compound to gaseous compound. Ionic compound to gaseous compound. When gaseous ions combine to form ionic compound, some energy release ആവുന്ന എനർജിയാണ് ലാറ്റിസ് എൻതാൽപ്പി. ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് തിരിച്ചിട്ടുള്ള ഐഡിയ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, Na സോളിഡ് എന്ന് പറയുന്ന സ്റ്റേബിൾ എലമെന്റും
ഹാഫ് Cl2 ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റേബിൾ, അങ്ങനെ ഹാഫ് Cl2, അത് ഞാൻ പറയാം NaCl അല്ലേ വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ ഫോമേഷൻ പ്രൊഡക്റ്റിൽ NaCl ഒരു മോൾ ഫോം ചെയ്യണം. ഒരു മോൾ NaCl ഫോം ചെയ്യുന്നു. എവിടെ നിന്ന്? അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന്. Na സോളിഡ് പ്ലസ് ക്ലോറിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് Cl2 ഗ്യാസ്. അപ്പൊ ഒരു Na ഹാഫ് Cl2. കണ്ട സർ, മേ ഐ സ്കിപ്പ് തെർമോ? സോറി പ്ലീസ്. തെർമോഡൈനാമിക്സ്. എന്നെ ഗ്യാസിനെ പിന്നെന്താക്കണം? Na പ്ലസ് ഗ്യാസ് ആക്കണം. എന്തിനു വേണ്ടിയിട്ടാ? എനിക്കിവിടെ വേണ്ടത് Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്ത് NaCl ആവുന്നതാണ്. അതിനാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയാം. ഗേഷ്യസ് അയോൺസ് കമ്പൈൻ ചെയ്ത് NaCl ഉണ്ടാണോ? സോ Na സോളിൽ Na പ്ലസ് ഗ്യാസ് ആക്കി. ഹാഫ് Cl2 ഗ്യാസിനെ ആദ്യം Cl ഗ്യാസ് ആക്കി. Cl ഗ്യാസിനെ പിന്നെ Cl മൈനസ് ഗ്യാസ് ആക്കി. സോ എന്താ ആവശ്യം? നോക്കാം മക്കളെ നോക്കൂ. ആ ടൈറ്റിലേക്ക് കയറാൻ പോകണം കേട്ടോ. സോളിഡിനെ ഗ്യാസ് ആക്കുന്നത് സബ്ലിമേഷൻ എൻതാൽപ്പി. ഗ്യാസിനെ പ്ലസ് ഗ്യാസ് ആക്കുന്നത് അയോണൈസേഷൻ എൻതാൽപ്പി. ഡെൽറ്റ ഐ അയോണൈസേഷൻ എൻതാൽപ്പി. ഇനി ഇവിടെ ഉള്ളത് എന്തായിരുന്നു? ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇവിടെ എന്തായിരുന്നു? ബോണ്ട് ഹാഫ് ഡെൽറ്റ ബോണ്ട് എച്ച് എന്ന് പറയാൻ കാരണം ഹാഫ് Cl2 നെയാണ് പൊട്ടിക്കുന്നത്. അപ്പൊ ഹാഫ് ബോണ്ട് എൻതാൽപ്പി. ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇനി ഇവിടെ ഡെൽറ്റ ലാറ്റിസ്. നിങ്ങൾക്കറിയാം ലാറ്റിസ് എൻതാൽപ്പി എങ്ങനെയാ കണ്ടുപിടിക്കുക? ലാറ്റിസ് എൻതാൽപ്പി ഈക്വൽ ടു ഫോമേഷൻ എൻതാൽപ്പി അല്ലേ? NaCl എന്ന് പറയുന്ന അതിന്റെ തന്നെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് ഫോം ചെയ്തു. സോ ഡെൽറ്റ ലാറ്റിസ് IH പ്ലസ് ഡെൽറ്റ ഹാഫ് ബോണ്ട് എച്ച് പ്ലസ്. പല ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഞാൻ അയ്യോ, ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പഠിക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കാം. PYക്ക് ആണോ? PYക്ക് നോക്കാം. അല്ലാണ്ട് ചാപ്റ്റേഴ്സ് നോക്കണുണ്ട്. ബട്ട് കുറച്ച് PYക്കും കൂടി നോക്കണം. അല്ലാണ്ട് നടപടിയാവില്ല. 10 അവർ ലൈവ് അല്ല. അല്ല 10 അവർ ലൈവ് അല്ല. ഞാൻ കാണുന്നത് മറ്റേ ഇന്നലെ രാത്രി 4.5 അവർ എന്തോ ഉണ്ടായിരുന്നല്ലോ, ഒരു ഫുള്ള് PYക്ക് മാത്രം. അത് കണ്ട് സെറ്റാക്കിയിട്ട് പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കണം. പിന്നെ HSS ലൈവിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്ന് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കി വരണുള്ളൂ ഓരോ ചാപ്റ്ററിൻ്റെയും. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ പഠിക്കണ്ടേ. ഞാൻ ഓരോ നോക്കി വരണുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയിൽ 4 തിയറീസ് പഠിച്ചത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ചാപ്റ്ററിൽ എന്താണ് മറ്റേ എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്, ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചർ, പിന്നെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ, പിന്നെ അവഗാഡ്രോൻ്റെ സംഭവം ഉണ്ടല്ലോ, അവഗാഡ്രോ ലോ, അതൊക്കെ പഠിക്കാം. ഗേ-ലൂസാക്സ് ലോ ഓഫ് കോമ്പൈനിങ് വോളിയൂംസ് ആൻഡ് ഗേഷ്യസ്. പിന്നെ അതിൽ മോൾ കൺസെപ്റ്റ്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ളത്. +2 ഇമ്പ്രൂവ്മെൻറ്റ് +1 സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരുന്നാണോ എഴുതണം? യെസ്, +2 +1 കൂടെ ഇരുന്ന് എഴുതണം. ഹലോ, ഡു റിമെമ്പർ മീ അഭിനവ്? ഓ അഭിനവ്, ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് ചെയ്ത്. മോൾ കൺസെപ്റ്റ് അതാ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും തെറ്റിക്കാറുണ്ടായിരുന്നു +1 മോൾ കൺസെപ്റ്റിൻ്റെ. മോളിക്യൂൾസ്, ആറ്റംസ് എന്ത് കണ്ടുപിടിക്കാൻ വന്നാലും മോളിൻ്റെ കൺസെപ്റ്റിൽ എന്ത് കണ്ടുപിടിക്കാൻ വന്നാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് അത് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂൾസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്താണോ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ചെയ്താൽ. പിന്നെ STPയിൽ 22.4 ലിറ്റർ ആണ്. അപ്പോൾ അതനുസരിച്ച് നോക്കണം. ഓൺലി CSE ബയോളജി എനിക്ക് അറിഞ്ഞൂടാ. നോ ബയോളജി പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. പിന്നെ അതുപോലെ ഏതാ ഇമ്പോർട്ടൻ്റ്? മറ്റേത് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാനുള്ളത്. ഏതാണ് ഇതിലത്തെ ലിമിറ്റിംഗ് റിയേജൻറ്റ്, എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്, അതൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ
molarity, number of moles of solute present in 1 liter of solution, number of moles solute in 1 kilogram of solvent. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടേക്ക് ഇമ്പോർട്ടൻ്റ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ കുറേ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല, അത് പഠിക്കണം ഇനി. അത് +2 മറ്റേ ഫിസിക്സിൽ ഉണ്ടായിരുന്നില്ലേ, റൂദർഫോർഡിൻ്റെ ഇതിൻ്റെ, അതൊക്കെ ഉണ്ട് കുറച്ച്, അതൊക്കെ വെച്ച് പഠിക്കാം, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. NH/2πയും ഫോട്ടോ ഇലക്ട്രോൺസും അതും ഇതൊക്കെയാണ്. പിന്നെ മറ്റേ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞുതരാം. മെൻ്റലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ പഠിക്കുക, അതിൻ്റെ മെറിറ്റ്സ് പഠിക്കുക, ഡിമെറിറ്റ്സ് പഠിക്കുക, മോഡേൺ പീരിയോഡിക് ലോ പഠിക്കുക, SP-D ബ്ലോക്കിനൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഇതായിട്ട് വരുന്നത്, ന്യൂക്ലിയർ ചാർജ് മാറുമ്പോൾ എന്ത് സംഭവിക്കും, അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ആറ്റമിക് റേഡിയസിൽ കോവാലൻറ്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, വാൻഡിയർ വാൾസ്, അതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ഇമ്പോർട്ടൻ്റ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സൈസ് ഓഫ് കാറ്റോൺ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് പാരൻ്റ് ആറ്റം. ഇക്വിലിബ്രിയം നിൽക്കട്ടെ, അതിൻ്റെ നോട്ട്സ് എടുക്കട്ടെ. വെയിറ്റ്, ഞാൻ അവിടെ നിന്ന് എണീക്കണം, എന്നാലും അതിൻ്റെ നോട്ട്സ് അവിടെ മാറ്റി വെച്ച്. ഒരു മിനിറ്റ്, ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ ഇക്വിലിബ്രിയത്തിൻ്റെ പറഞ്ഞുതരാം. പാരൻ്റ് ആറ്റത്തിനേക്കാൾ ചെറുതാണ് കാറ്റോൺ, ആ ചോദ്യമില്ലേ, സൈസ് ഓഫ് കാറ്റോൺ ഈസ് സ്മോളർ ദാൻ ദാറ്റ്. മൊളാരിറ്റി +2 പഠിച്ചതുപോലെ എഴുതിയാൽ മതിയില്ലേ, മതി. മറ്റേ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 മൊളാരിറ്റി ആകുമ്പോൾ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ, മറ്റേത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. പിന്നെ അതുപോലെ സൈസ് ഓഫ് കാറ്റോൺ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് പാരൻ്റ് ആറ്റം, അതിൻ്റെ ചോദ്യം പഠിക്കണം. അയോണിക് റേഡിയസ് ഈസ് ഓഫ് ആനിയോൺ ഈസ് ലാർജർ ദാൻ ഓഫ് പാരൻ്റ് ആറ്റം, ആ ക്വസ്റ്റ്യൻ പഠിക്കണം. പിന്നെ അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്, അതൊക്കെ പഠിക്കണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് പഠിക്കണം. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് പഠിക്കണം. അനോമലസ് ബിഹേവിയർ, സെക്കൻഡ് പീരീഡ് എലമെൻറ്റുകൾക്ക് ഉണ്ടാവണം എന്തൊക്കെയോ, അതായത് ഡയഗണൽ റിലേഷൻഷിപ്പ്, ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഷോസ് ദ സിമിലാരിറ്റീസ് വിത്ത് സെക്കൻഡ് എലമെൻറ്റ് ഇൻ ദ നെക്സ്റ്റ് ഗ്രൂപ്പ്, അതൊക്കെ പഠിക്കണം. സ്മോൾ സൈസ്, അതായത് അനോമലസ് ബിഹേവിയർ ഓഫ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ് ആയിരിക്കും, ഹൈ ചാർജ് ടു റേഡിയസ് റേഷ്യോ, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്, അതൊക്കെ അവിടെ ഉള്ളതാണ്. പിന്നെ ഡയഗണൽ റിലേഷൻഷിപ്പ്, അതിൽ സിമിലർ സൈസ് ആയിരിക്കും, സിമിലർ ചാർജ് ടു റേഡിയസ് റേഷ്യോ. പിന്നെ മറ്റേ യൂണി വെച്ച് എഴുതില്ലേ, അണ്ണിൽ, ഇതൊക്കെ വെച്ച് എഴുതുന്നുണ്ട്. ഇന്ന് എത്ര മണി വരെ പഠിക്കാനാണ് പ്ലാൻ അറിയില്ല, എത്രയെങ്കിലൊക്കെ മണി വരെ ഇരിക്കും, ഉറങ്ങണ വരെ ഇരുന്ന് പഠിക്കും എന്തായാലും. +2 ബേസ് മതിയില്ലേ. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്, നാളെ ഇതൊക്കെ ഓർമ്മ വരുമെന്ന് എനിക്കറിയില്ല. പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. പറ്റും ഗോപി, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമേ ഇല്ല. സോ നമ്മളെ കൊണ്ട് പറ്റും. ഞാൻ ഇക്വിലിബ്രിയത്തിൻ്റെ നോട്ട് നോക്കിയിട്ട് വരാം. അറുപതിൽ തന്നെ. ഇത് എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങി? ക്ലാസ് നോക്കിയതാണോ? ഇപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയതാ? ക്ലാസ് നോക്കിയിട്ടാണ് പഠിക്കണേ, അല്ലാണ്ട് എന്താണ് റേറ്റ് ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിക്കുക. പിന്നെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താ, Kc = പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റ്, അത് നോക്കണം.
പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് കെ സി, പ്രൊഡിക്ഷൻ ഓഫ് ദ ഡയറക്ഷൻ, പ്രൊഡിക്ഷൻ ഓഫ് ദ എക്സ്റ്റെൻഡ്, അതൊക്കെ പഠിക്കണം. ഏത് ക്ലാസ്? ഞാൻ പി വൈക്ക് മാത്രമേ നോക്കുള്ളൂ, ക്ലാസ് ആയിട്ട് കാണുന്നില്ല. ഞാൻ പി വൈക്ക് എക്സാമിന് എൻ്റെ കാണാം. പിന്നെ ലൈഷാട്ലിയാസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കണം. അതിനെ എഫക്റ്റ് ചെയ്യുന്നത് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, അതൊക്കെ നോക്കണം. അയണിക് ഇക്വിലിബ്രിയം, അരീനിയസ് കോൺസെപ്റ്റിൽ എന്താണ് ആസിഡ്, എന്താണ് ബേസ്, ബ്രോൺസ്റ്റൺ ലോറി കൺസെപ്റ്റിൽ എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്ന് പഠിക്കണം. പിന്നെ അതുപോലെ അതിൻ്റെ വീക്ക് കോൺജുഗേറ്റും കോൺജുഗേറ്റ് ബേസും. സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള കോൺജുഗേറ്റ് ബേസാണ്, അത് പഠിക്കണം. സ്ട്രോങ് ബേസ്, വീക്ക് കോൺജുഗേറ്റ് ആസിഡ്. ലൂയിസ് കൺസെപ്റ്റിൽ എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്ന് പഠിക്കണം. പിന്നെ പി എച്ച് സ്കെയില്, പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഇല്ലേ, അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. കോമൺ അയോൺ എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് ദ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ആഡിങ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ബഫർ സൊല്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാം. ഇത്രേ ഉള്ളൂ, അവിടെ എത്ര ഉള്ളൂ. ഏറ്റവും അത് രണ്ടാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, 4 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവസാനത്തെ 2 ഓർഗാനിക് ഇമ്പോർട്ടൻ്റാ. അതൊക്കെ 10 മാർക്കിനുണ്ട്. ഇന്ന് എത്ര മണി വരെ പഠിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട്, അപ്പോൾ കുറച്ചധികം നേരം ഇരിക്കുമായിരിക്കും മിക്കവാറും. 2 മണി വരെയൊക്കെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. അത്ര നേരം എന്തായാലും ഇരിക്കും. കുറച്ച് നേരം ഒന്ന് തീർക്കണ്ടേ. വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഒന്ന് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തിരി സമാധാനത്തിൽ ഉറങ്ങണം. പിന്നെ റിഡോക്സ് അറിയാം, അപ്പോൾ അതൊന്ന് എഴുതി പഠിക്കണം. അതിന് 5 മാർക്കല്ല, 5 മാർക്ക് വാങ്ങിച്ചെടുക്കണമല്ലോ. പേടിച്ചിട്ട് ഒരു ഉപയോഗമില്ല, പേടിക്കണ്ട. വരാനുള്ളത് വരും, കിട്ടാനുള്ളത് കിട്ടും, പോകാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കും. എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങി? ഞാൻ ഒരു 4:30 ആയപ്പോൾ, 4:30. +1 എത്ര മാർക്ക്? +1 എനിക്ക് 70 ഉള്ളൂ, 70. +1 70 ആയിരുന്നു, 80. PYQs ചെയ്യണോ അതോ ക്ലാസ് കേൾക്കുന്നുണ്ടോ? ക്ലാസ് കേൾക്കണില്ലേ? PYQ മാക്സിമം ചെയ്ത് കൺസെപ്റ്റിൽ അതിൻ്റെ ഇടയിൽ കൂടെ കൺസെപ്റ്റ് കയറ്റാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ് വാസ് ഗുഡ് മാർക്ക്. പക്ഷെ എനിക്ക് അതിൽ മാത്രം കൂടെ A+ പോയപ്പോഴേ ഉള്ളിലൊരു ഒരു എന്താ പറയണേ, എന്തോ ഒരു ഇത്. ടോട്ടൽ എനിക്ക് 491. എനിക്ക് ആ 94% അതായത് ഞാൻ +2 കുറേ കെമിസ്ട്രി അതും ഇതൊക്കെ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യണം. മാത്സ് സെറ്റാക്കാം, 3 ദിവസമല്ലേ, 3 ദിവസം കൊണ്ട് കമഴ്ത്താം. കഴിയുമ്പോൾ എന്താവോ പുഴുങ്ങാം. ഇനി കുറച്ച് കഴിയുമ്പോൾ പോയി പഠിക്കുക വെച്ച് എല്ലാ നേരം പഠിച്ചു കഴിഞ്ഞാൽ റോബോട്ടല്ലല്ലോ, എല്ലാം കൊണ്ട് തലയിൽ കയറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കണം. എപ്പോഴും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. ഞാൻ അങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ട് പഠിക്കണ ഒരാളല്ല. ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു ഇതൊക്കെ വന്നിരുന്ന് പഠിക്കും. ഇരിക്കണ സമയം വൃത്തിക്കിരുന്ന് പഠിക്കാത്രോ. എത്ര ചാപ്റ്റർ പഠിച്ചു? ഇന്ന് പഠിച്ചത് ഇന്നൊരു 3 ചാപ്റ്റർ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. മുന്നേ ഞാൻ 3-4 ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഓർഗാനിക് ആണ് ഇനി തീരെ നോക്കാത്തത്, അതിന് നോക്കണം, അത് നോക്കാതായി. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സെക്കൻഡ് ചാപ്റ്റർ വെറുതെ നോക്കി അറിയണത് ആ സമയത്ത് ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതാനുള്ള മൈൻഡിൽ പോകാൻ.
കെമിസ്ട്രി ഓൾറെഡി ഞാൻ ആ ഫിസിക്സിൻ്റെ നമുക്ക് മുടക്ക് കിട്ടിയില്ല ആദ്യത്തെ 4-5 ദിവസം. അതിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ഫുള്ള് ഫിസിക്സ് നോക്കിയായിരുന്നു. ഞാൻ എല്ലാം കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആ ദിവസം ഇരുന്നേ, പക്ഷെ എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. ഒരു 4-5 പാഠം ഞാനന്ന് കവർ ചെയ്തായിരുന്നു. 3-4 പാഠം നോക്കി എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല. അപ്പം അതൊക്കെ ഒന്നുകൂടി പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും എന്ന് തോന്നുന്നു. നന്നായി പഠിക്കെല്ലാവരും. ഞാൻ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വിശന്ന് തുടങ്ങിയപ്പോൾ എന്തെങ്കിലും തിന്നണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് +1 എത്ര ഉണ്ടായിരുന്നു? എനിക്ക് കെമിസ്ട്രിക്ക് 70 ഉണ്ടായിരുന്നുള്ളൂ. കാര്യമില്ലാത്ത പോലെ. പറ്റും, നമ്മളെ കൊണ്ടൊക്കെ പറ്റും, സാധിക്കും. ട്രൈ കരോ. നോട്ട്സ് എൻ്റെ കയ്യിൽ 10th +1 എല്ലാ നോട്ട്സും എൻ്റെ കയ്യിലുണ്ട്. സ്കൂളിലത്തെ നോട്ട്സും പിന്നെ സൈലത്തിൻ്റെ ബുക്കും എൻ്റെ അടുത്തുണ്ട്. പിന്നെ മറ്റേ HSS ലൈവിൻ്റെ നോട്ട്സ് ഇല്ലേ, നോട്ട്സ് മാത്രമാക്കിയിട്ടുള്ളൊരു ഇതുണ്ട്. ലൈക്ക് ദിസ്. HSS ലൈവിൻ്റെ നോട്ടായത് ഇതുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് തന്ന റിഡോക്സിൻ്റെ ഒക്കെ സ്കൂളിൻ്റെ മറ്റേ മിസ് എഴുതി തന്ന നോട്ട്സ് ഉണ്ട്. അതെ, കോൺഫിഡൻസ് നിറച്ച് വേണം. ട്യൂട്ടോറിയൽ പോകാറുണ്ട്. ലാംഗ്വേജ് നല്ല ഈസി ആയിരുന്നു. ഉള്ളതിൽ 100 വാങ്ങാൻ പറ്റിയൊരു പേപ്പർ അതായിരുന്നു. ഇംഗ്ലീഷിൽ കിട്ടില്ല. ഇംഗ്ലീഷിൽ എന്തായാലും ഗ്രാമർ മിസ്റ്റേക്കിന് അവർ മാർക്ക് കളയും. മലയാളത്തിലാണ് ആകെന്ന്. ട്യൂഷനൊന്നും പോണില്ലേ? നോ. അയ്യോ, ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷന് പോയി. അയ്യോ ടൂ സഫിസ്റ്റിക്കേറ്റഡ് ആവും ഞാൻ. സ്കൂളിൽ നിന്ന് തന്നെ ആവശ്യത്തിലേറെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. സോ നമുക്ക് ട്യൂഷൻ്റെ ആവശ്യമില്ല. ഫിസിക്സ് കെമിസ്ട്രി അറിയില്ല. നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം കെമിസ്ട്രിക്ക് A+ ഉണ്ടാവുന്നു. ഫിസിക്സിൻ്റെ കാര്യം ഫിസിക്സിൽ +1 +2 കൂടി കൂട്ടുമ്പോൾ A+ ഉണ്ടാവും. +2 മാത്രം A+ ഉണ്ടാവും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ബൈ ചാൻസ് ഒക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ A+ മേ ബി ചിലപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത് വന്നിട്ട് പോയേക്കാം. അറിയില്ല. വരട്ടെ, റിസൾട്ട് വരട്ടെ, അപ്പം നോക്കാം. ഞാൻ ഇമ്പ്രൂവ് ചെയ്തുന്നുണ്ട്. കെമിസ്ട്രി ഫിസിക്സും എഴുതുന്നുണ്ട്. അപ്പോൾ ഫിസിക്സും +1 ഒന്നുകൂടി കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രി പഠിക്കായിരുന്നു ഇത്ര നേരം, കുറച്ചേരായിട്ടുള്ളൂ ഇപ്പോൾ. അതാണ് പ്രശ്നമേ. ഡബിൾ വാല്യുവേഷൻ കാരണം മാർക്ക് പോകുമെന്നുള്ളൊരു ഇതാണ്. കിട്ടിയത് കുറഞ്ഞ് നല്ലോണം ഉള്ളിലേക്കാവോന്നൊരു ഇത്. ഒരു 4-5 ചാപ്റ്റർ കവർ ചെയ്തു. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടി കവർ ചെയ്യണം. പറ്റാച്ചാൽ PYQ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൽ കൂടെയും നോട്ട്സ് ഒന്ന് നോക്കി പോവാന്നുള്ളൊരു മൈൻഡ്. നല്ല സങ്കടം, പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് ഞാൻ നല്ലോണം പഠിച്ചില്ല ലാസ്റ്റ് തൊട്ട്. അതുതന്നെയാണേ നമ്മുടെയൊക്കെ പ്രശ്നം, അതാണ്. പക്ഷെ +1 എനിക്ക് ലാസ്റ്റ് പഠിച്ചപ്പോൾ കിട്ടിയിരുന്നു. +2 എനിക്ക് ലാസ്റ്റ് പഠിച്ചപ്പോൾ ഞാൻ സൈക്രാറ്റ്സിൽ പഠിക്കണം. +1 ഞാൻ ലാസ്റ്റ്, അതായത് ഫെയർവെല്ലൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫെബ്രുവരി 12 കഴിഞ്ഞിട്ട് 16 17 ആണ് നമ്മുടെ മോഡൽ എക്സാം. അതിനൊന്നും അറിയില്ല. എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന എഴുതി, അതിലൊക്കെ ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. എന്നിട്ടാണ് ഞാൻ ഈ മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിൾ ശരിയായിട്ടില്ല. അതാണ് വേറെ പ്രശ്നം. പിന്നെ പഠിച്ചൊന്നും ഓർമ്മയിൽ നിൽക്കുള്ളത് വേറെ പ്രശ്നം. ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അതെ, +1 ലാസ്റ്റ് മാത്രം പഠിച്ചപ്പോൾ കിട്ടിയതാ. റേനേനെ അറിയാം. റേന എൻ്റെ ക്ലാസ്സിലാണല്ലോ. റേന എൻ്റെ ക്ലാസ്സിലാണ്. ഞാൻ തൃശ്ശൂർ. പിന്നെ നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണമല്ലോ. എല്ലാവരും പറയണ പോലെ എന്താ 2 പേപ്പറിലിരിക്കുന്ന ജീവിതമാണോ നമ്മുടേത്? ഒരിക്കലുമല്ല. സ്കില്ലാണ് വേണ്ടത്. നമുക്കിപ്പോൾ +2 കഴിഞ്ഞാലും നമുക്കിപ്പോൾ എവിടെയെങ്കിലും ജോലി കിട്ടാനാണെങ്കിലും സ്കിൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ
സോ നമ്മൾ സ്കില്ല് വളർത്തിയെടുക്കണം. പിന്നെ കുറച്ചൊക്കെ നമുക്കിങ്ങനെ തോന്നും A+ വാങ്ങണ്ടേ, ഏത് വാങ്ങണ്ടേ, മാർക്ക് വാങ്ങണ്ടേ, പെർസെൻറ്റേജ് വാങ്ങണ്ടേ. പിന്നെ എന്താ ചെയ്യുക, കഴിഞ്ഞൂലോ, ഇനിയൊന്നും ചെയ്യാൻ പറ്റും. +2 കഴിഞ്ഞ് എന്താ നോക്കണേ? ഞാൻ എഞ്ചിനീയറിങ് നോക്കണേ. PYക്ക് മാത്രമാണോ ഇന്ന് നോക്കി? ഇനി ബാക്കി എങ്ങനെയാണ് പഠിക്കണത്? എന്താ പ്ലാൻ? ഇമ്പ്രൂവ്മെൻറ്റ് ഇനി എങ്ങനെ പഠിക്കുന്ന? ടൈമില്ലല്ലോ, എങ്ങനെ പഠിക്കും? ഞാനിപ്പോൾ ഒരു 4 ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞു. 9 ചാപ്റ്റേഴ്സല്ലേ ഉള്ളൂ. 4-5 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ബാക്കി. ഇനി ഓർഗാനിക് തീരെ നോക്കിയിട്ടില്ല. അപ്പോൾ ഓർഗാനിക് ഇപ്പം ഇരുന്ന് നോക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നോക്കണം. സെയിൻ മരിയ അറിയോ? സെയിൻ മരിയനെ അറിയില്ല. സെയിൻ അല്ലേ? SCIN, സെയിൻ മരിയ. ട്വിന്നുള്ളത് അവളാണോ? ഇല്ലില്ല, ഞാൻ ചെയ്ത് നോക്കണില്ല. ഞാൻ കീമോ മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ജ്വൽന എന്നാണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് CS. വേറെ ഒന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ മൾട്ടിമീഡിയ ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഗ്രാഫിക്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലീവ് എടുത്തു. എക്സാംസൊക്കെ കാരണം അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് ആണ് ഇപ്പോൾ. എക്സാംസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടേക്ക് ചെല്ലണം, അല്ലെങ്കിൽ അവിടെ തന്നെ ഔട്ടാക്കുന്നു. +1 മാത്സ് 75. അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. ബൈ ചാൻസ്. എനിക്ക് ഇപ്പോഴും അറിയില്ല. കമ്പ്യൂട്ടറിൽ 78 കിട്ടിയതും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ശരിക്കും ഞാൻ കട്ടായിരുന്നു. ഞാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കിട്ടിയ, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിമീഡിയ എന്താണ്? അൽഫീനാനെ അറിയാം, അവരെല്ലാവരും അറിയാം. അവരൊക്കെ എൻ്റെ ക്ലാസ്സിലാണ്. സീക്രട്ട് സ്കൂളിൽ ഒരുവിധം കുറേ പേരൊക്കെ അറിയാം. പിന്നെയും പുതിയതായി വന്ന സൈലൻ്റായി ഇരിക്കുന്ന കുറച്ച് പേരെ മാത്രമേ അറിയാത്തുണ്ടാവുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാവരും അറിയാം. എൻ്റെ ക്ലാസ്സിലെല്ലാവരും അറിയാം എന്തായാലും. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ്, ഡിസൈനിങ്, എഡിറ്റിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, അതൊക്കെ മൾട്ടിമീഡിയ. എല്ലാതും ഉണ്ട്. VFX, എഡിറ്റിംഗ്, ആനിമേഷൻ, അതൊക്കെ. ഇൻ്റഗ്രൽസ് പിന്നെ കെമിസ്ട്രി പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇൻ്റഗ്രൽസ് പഠിക്കും. എന്നെ +2 ഒന്നും ചെയ്യാൻ പറ്റൂല. കെമിസ്ട്രി ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. ഞാൻ മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ജൂണിലൊക്കെ ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്ന് പറഞ്ഞു. അതുണ്ട്. ഒരു സബ്ജക്റ്റിനെ പറ്റുള്ളൂ എന്ന് മാത്രം. നമുക്ക് ഏതിനാണ് മാർക്കറെന്ന് നോക്കിയിട്ട് എഴുതാം. റിസൾട്ട് വന്നിട്ട് ആണ്. എനിക്കറിയില്ല. +1 ചിലപ്പോൾ ആവും. PYക്ക് ഇപ്പം നമുക്കും PYക്ക് തന്നെയാണല്ലോ വന്നത്. ചിലപ്പോൾ അങ്ങനെ തന്നെയാവും. സിമ്പിളായി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇനി എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഞാൻ ലൈവിൽ പോകണോ അതോ ലൈവ് നിർത്തണോ? എന്താ ചെയ്യണ്ടേ? ഞാൻ അത് കഴിഞ്ഞിട്ട് ഓർഗാനിക്കാണ് നോക്കാൻ ചാൻസ്. എന്താ ചെയ്യണ്ടേ? ലൈവ് എൻഡ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ? എന്താണ് അഭിപ്രായം? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. വാട്ട്സ് ദ ഒപ്പീനിയൻ? പോയി നല്ലോണം പഠിച്ചോളൂ. ദ ബെസ്റ്റ്. പഠിച്ചോളൂ. എനിക്ക് കെമിസ്ട്രി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അല്ല, എഴുതി നോക്ക്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്ക്. ഇന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസ് കണ്ട് പറ്റുന്ന പോലെ എഴുത്. എന്തായാലും മാർക്ക് കുറവുള്ള എന്തായാലും എടുക്കില്ല. മാർക്കുള്ളത് തന്നെ എടുക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതാൻ നോക്കട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് നിർത്തണില്ല, അവിടെ ഉണ്ട്. ഓർഗാനിക് ആയിരിക്കും മിക്കവാറും ഞാൻ പഠിക്കുക. അപ്പോൾ നോക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കയറുന്നുള്ളൂ.